കണ്ണൂർ കോർപ്പറേഷന്റെ രൂപീകരണ കാലം മുതൽ ശ്രദ്ധാകേന്ദ്രമാണ് പി കെ രാഗേഷ് എന്ന നേതാവ്. 2015 കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചത് പി കെ രാഗേഷ് ആയിരുന്നു. 4 വർഷത്തിലധികം LDFന്റെ കൈകളിലേക്ക് പ്രഥമ കോർപ്പറേഷൻ എത്തിച്ചതും പി കെ രാഗേഷാണ്. സംഭവബഹുലമാണ് പി കെ രാഗേഷിന്റെ രാഷ്ട്രീയ ജീവിതം. എന്നും വിവാദങ്ങളുടെ തോഴൻ. ഈ കൗൺസിൽ നിലവിൽ വന്നപ്പോഴും പി കെ രാഗേഷ് ആയിരുന്നു ശ്രദ്ധാകേന്ദ്രം. കോൺഗ്രസ് ടിക്കറ്റിലാണ് പി കെ രാഗേഷ് മത്സരിച്ച് വിജയിച്ചത്. പിന്നീട് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അതിനുശേഷം പ്രതിപക്ഷത്തെക്കാൾ വലിയ പ്രതിപക്ഷമായി ഭരണപക്ഷ ബെഞ്ചിലിരുന്നു കൊണ്ട് പി കെ രാഗേഷിന്റെ ശബ്ദം നാം കേട്ടു. കണ്ണൂർ കോർപ്പറേഷനെതിരെ ആഞ്ഞടിക്കേണ്ട ഘട്ടത്തിലൊക്കെ തന്നെ ആഞ്ഞടിക്കാനും പി കെ രാഗേഷ് തയ്യാറായി. തനിക്ക് പറയാനുള്ളത് തുറന്നു പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്, നടക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വളരെ വിശദമായി കൗൺസിൽ യോഗങ്ങളിൽ പറയാറുണ്ട്. വീണ്ടും ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. കോർപ്പറേഷൻ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രവുമാണ്. അവിടെ ചർച്ചകളിലെല്ലാം പി കെ രാഗേഷും നിറഞ്ഞു നിൽക്കുന്നു. ഐക്യജനാധിപത്യ സംരക്ഷണ സമിതി എന്ന ഫോറം രൂപീകരിച്ചുകൊണ്ട് 2015 എങ്ങനെയാണോ പോരാടിയത്, അതേ പോരാട്ടത്തിന് വീണ്ടും തയ്യാറെടുക്കുകയാണ് ഈ നേതാവ്. എന്താണ് പി കെ രാഗേഷ് എടുക്കാൻ പോകുന്ന രാഷ്ട്രീയ തന്ത്രം? കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് കണ്ണൂർ കോർപ്പറേഷന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷ് ആണ്. സ്വാഗതം പി കെ രാഗേഷ്. ിൽ കിങ് മേക്കർ ആയിരുന്നു പി കെ രാഗേഷ്. 2020 മുതൽ ഇങ്ങോട്ട് കോൺഗ്രസിന്റെ ഭാഗമായി, പിന്നീട് കോൺഗ്രസിൽ നിന്നും പുറത്തു പോകേണ്ട അവസ്ഥ വന്നു. വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു. പി കെ രാഗേഷാണ് ശ്രദ്ധാകേന്ദ്രം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ പി കെ രാഗേഷും പി കെ രാഗേഷിനൊപ്പമുള്ളവരും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുമോ, മത്സര രംഗത്തുണ്ടാകുമോ? തീർച്ചയായും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 ദിവസം മുമ്പുള്ള നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ അഴിമതി വിരുദ്ധ അല്ലെങ്കിൽ അഴിമതി രഹിത കണ്ണൂരിൻ്റെ വികസന പദ്ധതി നയരേഖ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ 15 വാർഡുകളിൽ കണ്ണൂർ കോർപ്പറേഷൻ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ നമ്മൾ മത്സരിക്കേണ്ട വാർഡുകളെക്കുറിച്ചൊക്കെ ഏകദേശം ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. 56 വാർഡുകളിലും ഇത്തവണ മത്സരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന് സമാനമായി ഞങ്ങളോടൊപ്പം അതുപോലെ ചിന്തിക്കുന്ന അഴിമതി രഹിത വികസന നയത്തിന് നമ്മളോടൊപ്പം സമാന മനസ്കരായി എല്ലാവരെയും ചേർത്ത് കൊണ്ട് ഒരു വലിയ വിപുലമായ ഒരു സംവിധാനത്തോടു കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആരെങ്കിലും നമ്മളെ സമീപിച്ചാൽ അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും UDF സംവിധാനമാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്, വലിയ ഭൂരിപക്ഷമുണ്ട്. ആ ഭരണത്തെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇടതുപക്ഷം ശക്തമായി തന്നെ പ്രചരണ പ്രവർത്തന രംഗങ്ങളിലൊക്കെ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഇപ്പോൾ രംഗത്തുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ UDFന്റെ ഒരു ഭരണ സംവിധാനത്തെ താഴെ ഇറക്കാൻ LDFുമായി കൈകോർക്കേണ്ടി വന്നാൽ വീണ്ടും അത്തരത്തിലുള്ള ഒരു, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നയപരമായ ഒരു കാര്യവും ആലോചിച്ചിട്ടില്ല. പിന്നെ LDF അഴിമതി വിരുദ്ധമായി വളരെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കഴിഞ്ഞ 5 വർഷം തികയാൻ പോവുകയാണ്. കേവലം ചെറിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ.
ഞാൻ പലപ്പോഴും പറയുന്നത് ചേട്ടൻ ബാബ അനിയൻ ബാബയാണ്. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം CPM-ഉം കോൺഗ്രസും എന്ന് പറയുന്ന പാർട്ടിയല്ല. കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് കോർപ്പറേഷനകത്ത് നേതൃത്വം കൊടുക്കുന്ന ചില ആളുകൾ തമ്മിലുള്ള ഒരു അന്തർധാരയാണ് കണ്ണൂർ കോർപ്പറേഷൻ അന്നും ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ 5 വർഷം കണ്ണൂർ കോർപ്പറേഷൻ നടന്ന എല്ലാ അഴിമതികളായാലും അല്ല മറ്റു കാര്യങ്ങളായാലും ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ നഗരപാലിക നിയമത്തിനകത്തില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ഇടതുപക്ഷത്തിൻ്റെ സംവിധാനം അനുസരിച്ച് എതിർക്കേണ്ട ഒരു കാര്യങ്ങളും എതിർക്കപ്പെട്ടില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം 2023 ഡിസംബർ 30 ഉദ്ഘാടനം ചെയ്യപ്പെട്ട STP സീവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അത് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഞാൻ വളരെ വ്യക്തമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിപൂർണമായി പൂർത്തിയായിട്ടില്ലെന്നും ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കോർപ്പറേഷൻ വലിയ നഷ്ടം വരുമെന്നും ബന്ധപ്പെട്ട കരാറുകാരന് ലാഭമുണ്ടാക്കുന്നതിന് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്ര ധൃതി പിടിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും അതുകൊണ്ട് ഇത് നടത്താൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക്, അതുപോലെ തന്നെ വിജിലൻസിന്, അതോടൊപ്പം തന്നെ അമൃതിൻ്റെ MD ഉൾപ്പെടെയുള്ളവർക്ക് പരാതി ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ ആ പരാതിക്ക് യാതൊരു വിധത്തിലുള്ള വിലയും കൽപ്പിക്കാതെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് വന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ് രണ്ടാമത് അവിടെ പങ്കെടുക്കുന്ന അമൃതിൻ്റെ ഡയറക്ടറാണ്, അതായത് സംസ്ഥാനത്തെ അമൃതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ. ഇത്തരം ഈ 2 ബന്ധപ്പെട്ടവരെ ഉൾപ്പെടെ പങ്കെടുത്ത് അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ LDF-ന് തോന്നുന്നത്, CPM-ന് തോന്നുന്നത് ഇത് അഴിമതിയാണ്. കഴിഞ്ഞ ആഴ്ച CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അവിടെ വന്നിരുന്ന സമരം നടത്തുമ്പോൾ സത്യത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ അറിയാതെ ചിരിച്ചു പോകുന്നു. കാരണം 2 വർഷം മുമ്പ് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങൾ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് CPM-ന് ബോധ്യപ്പെട്ടത് എന്നത് അത് ഇപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രമേ ജനങ്ങൾ കാണുകയുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷനകത്ത് ആര് ഭരിക്കുന്നു എന്നതല്ല, നമ്മൾ ജനങ്ങളെടുത്ത് ജനാധിപത്യ രീതിയിൽ മഹാത്മജി പറഞ്ഞ ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ട എല്ലാ സേവനങ്ങളും സഹായങ്ങളും അതിലുപരിയായി ഒരു നഗരസഭ കൊടുക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനം ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സേവനങ്ങൾ വളരെ കൃത്യമായും സത്യസന്ധമായും, അതാണ് ഏറ്റവും പ്രധാനം, കൃത്യമായും സത്യസന്ധമായും നൽകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിനകത്ത് വരുന്ന തെറ്റായാലും ശരിയായാലും അത് വളരെ കൃത്യമായി പാർട്ടിക്കകത്തായാലും കൗൺസിലായാലും വളരെ നല്ല രീതിയിൽ അത് അവതരിപ്പിച്ച് അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും വികസന വിരുദ്ധൻ എന്ന പേര് പോലും പലപ്പോഴും എനിക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയും വിയോജനം ഇപ്പം ഇറങ്ങും. എന്താണ് വിയോജനം? ഞാനിതിനകത്ത് വിയോജനം എഴുതി. CPM-ൻ്റെ 20 കൗൺസിലർമാരുണ്ട്, ഇന്ന് വരെ വിയോജനം കുറിപ്പ് അതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ. ഇപ്പോൾ പറയുന്ന അഴിമതി നടന്നില്ല. എന്തുകൊണ്ട് അഴിമതി നടന്നു? ഈ STP തന്നെ നമ്മൾ കോടിക്കണക്കിന് 27 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ്. നമ്മൾ ഉദ്ദേശിച്ച 2 വാർഡിനകത്തുള്ള സമ്പൂർണ്ണമായ മാലിന്യ വിമുക്തമാക്കുക. അതോടൊപ്പം തന്നെ പടന്നത്തോട് എന്ന ആ മാലിന്യ കൂമ്പാരം അല്ലെങ്കിൽ മാലിന്യം നിറഞ്ഞ ആ അഴുക്ക് ചാൽ, ആ അഴുക്ക് തോട് മാറ്റി നല്ല ശുദ്ധജലം ഒഴുകുന്ന ഒരു തോടാക്കി മാറ്റണമെന്നാണ് ആ വാർഡ് ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്ത എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ആ സ്വപ്ന പദ്ധതിക്ക് തുരങ്കം വെച്ചത് കഴിഞ്ഞ കൗൺസിലുള്ള എല്ലാവരെയും ഞാൻ പറയുന്നില്ല, 1-2 പേരുടെ അവരുടെ ഏകാധിപത്യ നയവും അതോടൊപ്പം തന്നെ അഴിമതിയോടൊപ്പം തന്നെ മറ്റ് ചില താല്പര്യങ്ങളുമായിരുന്നു. പക്ഷെ അതിന് അറിഞ്ഞോ അറിയാതെയോ CPM ഉൾപ്പെടെ അതിന് പ്രധാനമായും CPM അതിനകത്ത് അറിഞ്ഞുകൊണ്ട് അഴിമതിക്ക് കൂട്ടുനിന്നു എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. കാരണം കേരളത്തിൽ 9 നഗരസഭകളെ ഈ പറയുന്ന നമ്മുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ എവിടെയും തന്നെ ഈ പദ്ധതികളൊന്നും പരിപൂർണമായി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, പല ഘട്ടങ്ങളിലാണ്. അപ്പോൾ കേരളത്തിൽ ഒന്നെങ്കിലും പൂർത്തിയായി അത് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യുക എന്ന സദുദ്ദേശത്തോടു കൂടിയാണ് അവരതിലേക്ക് വന്നതെങ്കിൽ അത് ബോധപൂർവമായി ഒന്നും ചെയ്യാത്തൊരു പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയായിരുന്നു. അവിടെ ഇപ്പോൾ 100 വാട്ട്സിൻ്റെ 100 MLD-യുടെ ജനറേറ്റർ ഉൾപ്പെടെ 100 വാട്ട്സിൻ്റെ 100 kV-യുടെ ജനറേറ്റർ പോലും സ്ഥാപിച്ചിട്ടില്ല. അത് ഇപ്പോഴാണ് സ്ഥാപിക്കാൻ കഴിഞ്ഞ കൗൺസിലാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും കൃത്യമായി പരിശോധിക്കുകയാണ് ചെയ്തത്. അതിനേക്കാൾ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഒരു പദ്ധതി പൂർത്തിയാകുമ്പോൾ ബന്ധപ്പെട്ട എഞ്ചിനീയർ വിഭാഗം പദ്ധതി പൂർത്തിയായി എന്നൊരു റിപ്പോർട്ട് കൊടുക്കണം. ആ പദ്ധതി പൂർത്തിയായി എന്ന് പറയുന്ന റിപ്പോർട്ട് കൊടുക്കേണ്ടതായ ഫയൽ പോലും വിജിലൻസിൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു ഫയലിനകത്താണ് ഉദ്ഘാടനം തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അന്നത്തെ SC ഉൾപ്പെടെ ബന്ധപ്പെട്ട ആളുകളെല്ലാം അതിൻ്റെ അകത്ത് ഒരു വളരെ ബോധപൂർവമായ നാടകവും
ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിയതിൻ്റെ ഭാഗമായാണ് അത് നടന്നത്. ഇപ്പോഴും അത് പൂർത്തീകരിച്ച് 27 കോടി രൂപ ചെലവഴിച്ച് ഇപ്പോഴും അത് നല്ല രീതിയിൽ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, കണ്ണൂർ ടൗണിലെ പ്രധാനപ്പെട്ട കുറേ ഹോട്ടലുകൾക്കും ഫ്ലാറ്റുകാർക്കും സഹായം ചെയ്യുക. അവർ ഒരു ദിവസം അവരുടെ മാലിന്യ വെള്ളം 3000 രൂപയും 5000 രൂപയും കൊടുത്ത് പുറത്തു കൊണ്ട് പോയി ഒഴിക്കുന്നതിന് പകരം ഇപ്പോൾ അവരൊക്കെ കണക്ഷൻ ഒരു ചിലവുമില്ലാതെ 1 രൂപ വാങ്ങാതെ വളരെ ഫ്രീ ആയി നമ്മുടെ ഈ പ്ലാന്റിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നു. അത് നേരെ വന്ന് മുമ്പ് ഓവിലൂടെയാണ് പോയിരുന്നതെങ്കിൽ ഇപ്പം നമ്മൾ ഔദ്യോഗിക സംവിധാനത്തിലൂടെ ഇട്ട ആ പൈപ്പ് ലൈനിലൂടെ വന്ന് നേരെ തോട്ടിലേക്ക് വിടുന്നു. കുറച്ച് വെള്ളം ട്രീറ്റ് ചെയ്യുന്നു, ബാക്കി വെള്ളം മുഴുവൻ തോട്ടിലേക്ക് വിടുന്നു. ഇപ്പോഴും പഠന തോടിൻ്റെ അവസ്ഥ പഴയ അവസ്ഥ തന്നെ. അപ്പോൾ ഇതാണ് ഇവിടെ ഈ കഴിഞ്ഞ കൗൺസിലിൽ ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കൗൺസിലിൻ്റെ ഏറ്റവും വലിയ ജനോപകാരപ്രദമായ പദ്ധതി. അതോടൊപ്പം തന്നെ പലപ്പോഴും കഴിഞ്ഞ കൗൺസിലിൽ പലപ്പോഴും കേൾക്കുന്ന വലിയൊരു ശബ്ദം എന്ന് പറയുന്നത് കേരളത്തിൽ നമ്പർ 1 അമൃത്. ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു പദ്ധതി അമൃതിനകത്ത് ഒരു പദ്ധതി ഈ കഴിഞ്ഞ കൗൺസിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയെക്കുറിച്ച് പറയാൻ പറ്റുമോ? കഴിഞ്ഞ 2015-20 ഞങ്ങൾ വന്ന കൗൺസിൽ 2017 നമ്മൾ മുന്നോട്ട് വെച്ച പദ്ധതികളെല്ലാം അംഗീകാരം ലഭിച്ച പദ്ധതികൾ പൂർത്തീകരണ ഘട്ടം എത്തുമ്പോഴാണ് കൗൺസിലിൽ മാറി പുതിയ കൗൺസിൽ വന്നത്. അത് ചിലത് പൂർത്തീകരിച്ചു, ചിലത് ഇപ്പോഴും പാതി വഴിയിലുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് 2020 ഞങ്ങൾ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്ന് വെച്ചാൽ ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ ഇതൊക്കെ ഞങ്ങൾ നടപ്പിലാക്കിയതാണ് എന്നുള്ള രീതിയിലും, ചിലത് നടക്കാത്ത പദ്ധതികളൊക്കെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സ്വഭാവം. 118 കോടി രൂപയുടെ വാട്ടർ അതോറിറ്റിയുടെ പരിപൂർണമായ കുടിവെള്ള പദ്ധതി കണ്ണൂർ കേരളത്തിലെ നമ്പർ 1 പൂർത്തീകരിച്ച ഒരു കോർപ്പറേഷനായിരുന്നു കഴിഞ്ഞ 2020 മുമ്പേ നമ്മൾ. അപ്പോൾ ഇപ്പോൾ നമ്പർ 1 ആയത് എന്തുകൊണ്ടാണ്? 118 അതിൻ്റെ കൂടെ 10 കോടിയും കൂടി ചേർത്ത് 128 കോടിയുടെ പദ്ധതികൾ നമ്മൾ ഏകദേശം പൂർത്തീകരിച്ചു. സ്റ്റോം വാട്ടർ ഡ്രെയിനേജിനകത്ത് 26 കോടിയോളം രൂപയുടെ പദ്ധതി ഞങ്ങൾ പൂർത്തീകരിച്ചു. 27 കോടിയുടെ ഈ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പാതി വഴിയിലെത്തിയപ്പോഴാണ് ഇവർ വന്നത്. പിന്നീട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നമ്മൾ 9 കോടി രൂപയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി കേവലം ഒരു കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി അത് 5 വർഷം കൊണ്ടാണ് പഞ്ചവത്സര പദ്ധതിയായി മാറി. സാധാരണ 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി 5 വർഷം കൊണ്ട് പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ പറയുന്നു അതും ഞങ്ങളതാണ്. അതുപോലെ തന്നെ പിന്നെ പാർക്കുകൾ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ 3 പാർക്കുകൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചു. എല്ലാം കഴിഞ്ഞ 2020 ഒക്ടോബർ 2 നമ്മൾ ശ്രീനാരായണ പാർക്കിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. പിന്നെ രണ്ടാമത്തെ പാർക്ക് നമ്മൾ ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലായിരുന്നു. ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ പാർക്കിൻ്റെ അവസ്ഥ എന്താ? 2 വർഷം മുമ്പാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തതെന്ന് വെച്ചാൽ അതേ 2020 ഒക്ടോബർ 2 ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ച പാർക്ക് ഉദ്ഘാടനം ചെയ്തത് 3 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയ പദ്ധതിയിൽ കവിഞ്ഞ് ഒരു പദ്ധതി അമൃത് പദ്ധതിയിൽ അതിനപ്പുറത്തേക്കായി പുതുതായി ഒരു പദ്ധതി കൊണ്ടുവന്ന് പൂർത്തീകരിച്ചു എന്ന് പറയാൻ ഞാൻ ഈ പറയുന്ന ഇപ്പോഴും ചിലപ്പോൾ കൗൺസിൽ ഇങ്ങനെ വളരെ അഭിമാനത്തോടു കൂടി ഇങ്ങനെ ഉച്ചസ്ഥരം പ്രസ്താവിക്കുന്നുണ്ടാവും, കേരളത്തിലെ നമ്പർ 1 ആണ്. ആ നമ്പർ 1 എന്ന് പറയുന്നത് കഴിഞ്ഞ കൗൺസിൽ തുടങ്ങി വെച്ചതിൻ്റെ പൂർത്തീകരണം മാത്രമാണ് നമ്പർ 1. അല്ലാതെ പുതുതായി ഒരു പദ്ധതിയും ഇവർ തുടങ്ങിയിട്ടില്ല. ഏതെങ്കിലും പദ്ധതി തുടങ്ങിയിട്ടുണ്ട് അത് ഏതാണ് എന്ന് പറയാൻ ഇവിടുത്തെ പൊതുജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ട, അതായത് ഇപ്പോഴത്തെ UDF-ന്റെ ഭരണ സംവിധാനത്തെക്കാൾ എത്രയോ മെച്ചമായിരുന്നു ആദ്യത്തെ തവണത്തിനകത്ത്. പ്രത്യേകിച്ച് അമൃത് പദ്ധതിയുടെ കോർ കമ്മിറ്റി ചെയർമാൻ ഡെപ്യൂട്ടി മേയറായിരുന്നു. ആ ഡെപ്യൂട്ടി മേയർ എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും PR വർക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും പോകുന്നെങ്കിൽ എത്രയും വൈകുന്നവരെ ഇരുന്ന് എല്ലാ പദ്ധതികളും ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുഴുവൻ സമയം ഈ 225 കോടി രൂപയുടെയും പദ്ധതികൾ തയ്യാറാക്കുക എന്നത്, സമയബന്ധിതമായി തയ്യാറാക്കി അംഗീകാരം വാങ്ങിക്കുക എന്നത് അന്നത്തെ കോർ കമ്മിറ്റിയുടെ ലക്ഷ്യമായിരുന്നു. അത് നമ്മൾ പൂർത്തീകരിച്ചിട്ടാണ് പോയത്. കഴിഞ്ഞ കൗൺസിലിൽ അവസാന കാലഘട്ടത്തിലാണ് ഇതിനെല്ലാം അന്തിമമായി നമുക്ക് അംഗീകാരം ലഭിച്ചത് പൂർത്തീകരിച്ചത്. ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആ ആദ്യത്തെ കൗൺസിലും ഇപ്പോഴത്തെ കൗൺസിലും തമ്മിൽ താരതമ്യം ചെയ്താൽ ആദ്യത്തെ കൗൺസിലാണ് വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും തുടങ്ങി വെക്കാനും സാധിച്ച കഴിഞ്ഞ കൗൺസിൽ. ഈ കൗൺസിലിൽ എന്താണ് പുതുതായി ഒരു പദ്ധതി കൊണ്ടുവന്നത് എന്ന് പറയാൻ അവർ മുന്നോട്ട് വരട്ടെ. ഇപ്പോൾ LDF-ഉമായി ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്കില്ല എന്ന് തന്നെയാണോ? സ്വതന്ത്രമായി, അതെന്ന് വെച്ചാൽ അഴിമതി രഹിത വികസന നയമാണ് നമ്മുടെ. ആ വികസന നയം വെച്ച് ഞങ്ങളോട് ആർക്കൊക്കെ വേണമെങ്കിലും സഹകരിക്കാം. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായോ അല്ലെങ്കിൽ മറ്റാരുമായോ ഒരു ചർച്ചയും ഇതുവരെ ഞങ്ങൾ നടത്തിയിട്ടില്ല, നടത്താൻ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു. LDF അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ? സഹായം ആരും വന്നിട്ടുമില്ല. ആരുമായി നമ്മൾ ചർച്ച ചെയ്യാൻ ഇതുവരെ മുന്നോട്ട് പോയിട്ടുമില്ല. എന്തായാലും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
56 സീറ്റിലും മത്സരിക്കുക എന്നതാണോ, അല്ല നിങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ 56 സീറ്റിൽ മത്സരിക്കണമെന്ന് അത് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സ്വാധീനമുള്ള എല്ലാ വാർഡുകളിലും ഏകദേശം നമ്മൾ സ്ഥാനാർത്ഥികൾ നൽകി. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം തരാൻ തയ്യാറുള്ള ആ സമാന മനസ്കരായ ആളുകൾ ഇനിയും വരുമ്പോൾ അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് കൂടുതൽ വാർഡുകളിലേക്ക് മത്സരിക്കണമെന്നാണ് നമ്മുടെ ലക്ഷ്യം. എന്തായാലും മുഖ്യ ശത്രു ആരായിരിക്കും? മുഖ്യ ശത്രു നമ്മളെ സംബന്ധിച്ചിടത്തോളം ശത്രുവില്ല. കണ്ണൂർ കോർപ്പറേഷൻ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. UDF LDF എന്നുള്ള ഇതൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഴിമതി രഹിതമായ ഒരു മാറ്റം കണ്ണൂർ കോർപ്പറേഷൻ ആവശ്യമാണ്. അതിന് ഏറ്റവും പ്രധാനം ഇപ്പം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആദ്യത്തെ 5 വർഷം അഴിമതി രഹിത ഒരു പ്രവർത്തനം തന്നെയായിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ. കാരണം 27-1 എന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബഹുഭൂരിപക്ഷം ആർക്കും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ശബ്ദം അഴിമതി രഹിതമായ പ്രവർത്തനങ്ങളിലും അഴിമതി ഇല്ലാത്ത പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ആ കാലഘട്ടം. ഈ മൃഗീയ ഭൂരിപക്ഷം വരുന്നതിനേക്കാൾ ഈ തൂക്ക് വരുന്നത് തന്നെയാണ് അതാണ് എന്തുകൊണ്ടും നല്ലത്. എന്ന് വെച്ചാൽ ഇതുപോലുള്ള അഴിമതികൾ നടക്കാതെ നല്ല പദ്ധതികളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളും ശരി മാത്രം ചെയ്യുന്ന, ഇപ്പോൾ എന്താ വെച്ചാൽ ഭൂരിപക്ഷത്തിൻ്റെ ഏകാധിപത്യം കൊണ്ട് എന്ത് നെറികോടും പ്രവർത്തിക്കാം എന്ന ഒരു രീതിയിലേക്ക്, പ്രത്യേകിച്ച് 35 സീറ്റിൽ കഴിഞ്ഞ തവണ UDF കിട്ടിയപ്പോൾ മേയർ ഉൾപ്പെടെ അഹങ്കാരം, അവരുടെ അഹന്ത കൊണ്ടാണ്. അല്ലെങ്കിൽ 2023 ഈ പറയുന്ന ഡിസംബർ മാസം ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തില്ലായിരുന്നെങ്കിൽ കോർപ്പറേഷനിൽ കോടികൾ നഷ്ടപ്പെടുമായിരുന്നില്ല. കാരണം അവരുടെ ഓപ്പറേഷൻ മെയിൻ്റനൻസ് ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ വർഷം മുതലേ കൊടുത്തു തുടങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പോൾ പുതിയ കരാറുകാരൻ അത് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ്? അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ അത് പൂർത്തീകരിച്ചു എന്ന് സാക്ഷ്യപത്രം നൽകുമ്പോൾ അന്ന് മുതൽ എന്താണ് ഇവരെ പൂർത്തീകരിച്ചു എന്ന് 1 വർഷത്തെ സൗജന്യ സേവനം കഴിഞ്ഞ് ബാക്കിയുള്ള കാലം നമ്മൾ പണം കൊടുക്കേണ്ട അവസ്ഥ. അതുതന്നെയാണ് പയ്യാമ്പലത്തും വന്നിരിക്കുന്നത്. പയ്യാമ്പലം അവർ തുടങ്ങി വരുന്ന 14 വർഷത്തേക്കുള്ള AMC പോലും കൃത്യമായി നടപ്പാക്കാതെ, തുക കൊടുക്കാതെ, ആ എഗ്രിമെൻറ്റ് കൃത്യമായി നടപ്പാക്കാതെ ഉള്ളതുകൊണ്ടാണ് പയ്യാമ്പലം തുടങ്ങി വെച്ചിട്ട് ഏകദേശം 1 കോടി രൂപയിലധികം പണം ചെലവഴിച്ചിട്ട് ഇപ്പോഴും അത് ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? മേയറുടെ ഏകാധിപത്യം, കഴിഞ്ഞ മേയറുടെ ഏകാധിപത്യം. അതിൻ്റെ എവിടെയും ചർച്ചയില്ല, ആരുമായും ചർച്ചയില്ല, ഒരു വിധത്തിലുള്ള ഒരു സഹകരണമോ മറ്റു കാര്യങ്ങളോ ഇല്ല. പറയുമ്പം പറയും അദ്ദേഹം എന്താണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനല്ലേ, അദ്ദേഹം നോക്കട്ടെ, അദ്ദേഹം ചെയ്യട്ടെ. ഞങ്ങൾ പറയുന്ന ഒരു കാര്യം പോലും എടുക്കില്ല. ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം പോലും, നല്ല കാര്യമായാലും വടക്കായാലും നമ്മൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം തന്നെ മാറ്റിവെക്കപ്പെടുന്നത്. ഏറ്റവും വലിയ ഒന്ന്, എൻ്റെ വാർഡിനകത്ത് ഞാനൊരു പാലം നിർമ്മിക്കാൻ വേണ്ടി നടാലിലൊരു പാലം നിർമ്മിക്കാൻ വേണ്ടി 75 ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഞാൻ പോലും അറിയാതെ എൻ്റെ വാർഡിനകത്തുള്ള പദ്ധതി ക്യാൻസൽ ചെയ്ത് അത് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ എന്താ പറയുക, ആ ഉത്തരങ്ങൾ എവിടെയും കളിച്ച പാലത്തിൻ്റെ കാല് നാട്ടാൻ പറ്റുമോ? കാല് നാട്ടാൻ പറ്റില്ല. കാല് നാട്ടേണ്ട പണം വെക്കേണ്ടത് ഞങ്ങൾ കൂടിയാലോചിച്ചിട്ടല്ലേ, ആ പദ്ധതി ക്യാൻസലാക്കിയിട്ടല്ലോ. അത്രമാത്രം വളരെ മോശപ്പെട്ട ഏകാധിപതി. അദ്ദേഹത്തെ ഏത് പേരിലാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്രമാത്രം ഒരു സഹകരണമില്ലാത്ത, കൂട്ടായി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, ഒരു ഏകപക്ഷീയമായ എന്താ പറയേണ്ടത്, പറയാൻ ഞാൻ പറഞ്ഞില്ലേ, വാക്കുകളില്ല. അത്രമാത്രം മോശപ്പെട്ട രീതിയിലാണ്. അതിൻ്റെ തുടക്കം തന്നെ നിങ്ങൾക്കറിയാം. ഞാനിപ്പോഴും ആവർത്തിച്ചു ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ തവണ മേയർ തിരഞ്ഞെടുപ്പിലേക്ക് വന്നു. ഇപ്പോൾ പറയുമ്പോൾ എപ്പോഴെന്താ പറയുക, എവിടെ നിന്നാണ് അസൂയ തുടങ്ങി? എനിക്കെന്താ അസൂയ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനത്തിലും എത്തിക്കണമെന്നോ ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചില സ്റ്റാൻഡ് എടുത്ത് അവിടെ തന്നെ നിന്നാൽ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ഉന്നതമായ പല സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു സംശയം. പക്ഷേ നമുക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാടിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. അതാണ് നമ്മളെയൊക്കെ മനസാക്ഷി. പക്ഷേ അവർ പറയുന്നത് എന്താണ്? അത് കിട്ടാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? എനിക്ക് 11 വോട്ടും അദ്ദേഹത്തിന് 9 വോട്ടാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അന്ന് ഇതിന് നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു സതീശൻ പാച്ചേനി എന്ന DC പ്രസിഡന്റ്. അദ്ദേഹത്തിനോട് ഞാൻ മുഖത്ത് നോക്കി. പക്ഷേ അന്നത്തെ ദിവസം ഞാനത് പറഞ്ഞ് നമ്മളത് നല്ലൊരു ദിവസം പുത്തരിയിൽ തന്നെ കല്ലുകടി ഉണ്ടാക്കണ്ട എന്ന് വെച്ചാൽ പറയാത്തത്. ഇപ്പോഴും BJPയിലേക്ക് പോയ രഘുവാൻ അന്നൊരു ദൃക്സാക്ഷിയാണ്. രഘുവാൻ ഉൾപ്പെടെ അന്ന് വോട്ട് ചെയ്തവരുൾപ്പെടെ സ്വകാര്യമായി ചോദിച്ചാൽ ആരും പറയും 11 വോട്ട് PK രാഗേഷനും 9 വോട്ട് കിട്ടിയവനാണ് ഭരിച്ചത്. എന്നാലും പരാതിയില്ല. പക്ഷേ ആരൊക്കെയാണ് PK രാഗേഷ് വോട്ട് ചെയ്ത 11 പേരെ നമ്മൾ പേരെടുത്ത് പറയാൻ പാടില്ല. അങ്ങനെയുള്ളവരെ എനിക്ക് വോട്ട് ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം തന്നെ അവരുടെ വാർഡിലൊന്നും കൊടുക്കാതെ അവരെയൊക്കെ ഒരു ശത്രുവിനെ പോലെ കണ്ട ഒരാളാണ് ടി.ഒ. മോഹനൻ. എന്തിന്? എൻ്റെ ഒരു സ്ഥാപനം, നമ്മൾ ഈ 10-20 പേര് ചേർന്ന് ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിന് ലൈസൻസ് എന്ന് വെച്ചാൽ മുമ്പ് 1 കോടി രൂപയുടെ മൂലധനമായിരുന്നു ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. അത് തീപിടിച്ചു, വെള്ളം കയറി, ആ സ്ഥാപനത്തിന് 50 ലക്ഷത്തിൽ താഴെയായി അതിൻ്റെ മൂലധനം കുറഞ്ഞപ്പോൾ നമ്മുടെ ടാക്സ് കുറക്കുന്ന കാര്യത്തിൽ എഴുതി കൊടുത്തു. ഇത്തവണത്തെ
നമ്മളെ ലൈസൻസ് ഫീസ് കുറയാനുണ്ട്, അതുകൊണ്ട് കുറച്ച് തരണമെന്ന് പറഞ്ഞ് അത് തരാതിരുന്നപ്പോൾ അതിനെതിരെ അപ്പീൽ കൊടുത്ത് ആ അപ്പീൽ ഇന്ന് വരെ പരിഗണിക്കാത്ത ഒരു മേയറാണ് ഇദ്ദേഹം. അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ എൻ്റെ അപ്പീൽ തള്ളാം അല്ലെങ്കിൽ കൊള്ളാം, അത് അടുത്ത കൗൺസിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് വരെ ഞാൻ ഇനി ഈ നിമിഷം ഇവിടെ സംസാരിക്കുന്നവരെ ആ അപ്പീൽ കൊണ്ടുവരാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുർബുദ്ധിയും അദ്ദേഹത്തിന് അസൂയയും അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ, നമ്മൾ വികസനപരമായി അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിൽ ഉണ്ടാവുന്ന കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് സംസാരിച്ചാൽ അതിനെ ശത്രുതയോടുകൂടി കണ്ട് ആ ശത്രുത വളർത്തിക്കൊണ്ടുവരുന്നത് ഞാനാണോ അദ്ദേഹമാണോ എന്നാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. അപ്പൊ അതുപോലും ഇന്നും തരാതെ എൻ്റെ നിങ്ങൾ തമ്മിൽ എന്താണ് ഒരു വ്യക്തിപരമായ ഒരു വിഷയമില്ല, വികസനപരമായ ആശയം തമ്മിലുള്ള മത്സരം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും വികസനമല്ല, മറ്റ് പല ലക്ഷ്യങ്ങളാണ്. അത് നിങ്ങളിപ്പോൾ ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ട് കാണാം. ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ടണ്ണ് കണക്കിന് മാലിന്യം കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാണ് പൈസ മുഴുവൻ 2.25 കോടി രൂപ കൊടുത്തത്. ആക്ഷേപങ്ങൾ മാത്രം ഒന്നും ഇല്ലല്ലോ, വളരെ കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടല്ലോ. ആക്ഷേപം മാത്രമല്ലല്ലോ, ഞാൻ പറയുന്ന ആക്ഷേപമല്ല. 2.25 കോടി രൂപയുടെ മാലിന്യം കൊണ്ടുപോയി എന്നതും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല എന്ന് ഞാനല്ല പറയുന്നത്, AG ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. പിന്നെ പയ്യാമ്പലത്തെ ശ്മശാനത്തെ ഈ കരാറുകാരനെ എഴുതി വെച്ചിരിക്കും, ഞാനല്ല എഴുതി വെച്ചിരിക്കുന്നത്. സുരേഷ് ബാബു എന്ന് പറയുന്ന കരാറുകാരൻ വളരെ വ്യക്തമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ തവണയും 40,000 50,000. ഞാൻ മിഞ്ഞാന്നത്തെ നമ്മുടെ യോഗത്തിനകത്ത് അതിൻ്റെ കോപ്പി വിതരണം ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ ഡയറിയുടെ കോപ്പി. അപ്പോൾ ശവത്തിൽ പോലും കൈക്കൂലി, മാലിന്യത്തിൽ കൈക്കൂലി. അപ്പോൾ ബാക്കിയുള്ള കാര്യത്തിൽ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല. ഇത് വളരെ വ്യക്തമായി ഓഡിറ്റിനകത്തും ഇതും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പയ്യാമ്പലത്ത് നിൽക്കുന്ന അവിടുത്തെ ജീവനക്കാരൻ 12 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ടും ഒരു നടപടിയും ഇതുവരെ ഇല്ല. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുവെക്കുന്നത് ആരാണ്? അത് വളരെ വ്യക്തമായി കമ്മിറ്റികളിലും കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് അറിയില്ലേ? ഇത് പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കകത്ത് പറഞ്ഞാൽ അവിടെ വലിയേട്ടൻ മനോഭാവങ്ങളാണ്. ഇതൊന്നും സുതാര്യമായ ചർച്ചകളോ കാര്യങ്ങളോ എംപിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്താണ് ഇങ്ങനെ നടക്കുന്നത് എന്താണെന്ന് കാര്യം പാർട്ടിയോട് അദ്ദേഹത്തിന് അദ്ദേഹം ആക്ട് ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പലതവണ ഞാൻ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ KPCC പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തിന് നടപടി എടുക്കാമായിരുന്നില്ലേ? പാർട്ടിയുടെ ഭാഗമായി തന്നെ നിൽക്കുമ്പോഴായിരുന്നല്ലോ താങ്കൾ അടക്കം ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇതിൽ നടപടി എടുത്തില്ല? അത് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാൻ ശ്രദ്ധയപ്പെടുത്തേണ്ട. എല്ലാവരും ഈ സ്വകാര്യ സംഭാഷണത്തിൽ ഇക്കാര്യം അദ്ദേഹം സമ്മതിച്ചിരുന്നു. അല്ല, സ്വകാര്യ സമ്മതിച്ചു. ഞാൻ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി എടുക്കേണ്ടത് ആര്? ഇപ്പം എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ്. എന്നെ എന്തിനു വേണ്ടി പുറത്താക്കി എനിക്കിതുവരെ അറിയില്ല. പുറത്താക്കിയത് പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാക്കിയ ഒരു ധാരണ എന്ന് പറയുന്നത് പള്ളിക്കുന്ന് ബാങ്ക് അത് പാർട്ടിക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ധാരണയില്ല. നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞു? ഇത് ശുദ്ധ അസംബന്ധമാണ്. ഞാൻ ഇതാ വളരെ വളരെ വ്യക്തമായി പറയുന്നു. അത്തരം ഒരു പ്രചരണം ശരിയല്ല. അങ്ങനെ പലപ്പോഴും പല മാധ്യമങ്ങളിലും വന്നതായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു മാധ്യമവും എന്നോട് ചോദിച്ചില്ല അങ്ങനെ ഒരു ധാരണയുമില്ല. വളരെ വളരെ സുതാര്യമായി യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ലാതെയാണ് തിരിച്ചു വന്നത്. അതായത് കോൺഗ്രസിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു ബാങ്ക്, അതായത് കോൺഗ്രസിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു പേരിലോ നാണയനിധി സംഘം എന്ന് പറഞ്ഞുണ്ടാക്കിയ സ്ഥാപനമാണ്. എത്രയോ കാലം CPM ഭരിച്ച ഒരു ബാങ്കായിരുന്നു. ആ ബാങ്ക് തിരിച്ചു പിടിച്ചത് ഞാൻ ഉൾപ്പെടെ ഉള്ള കോൺഗ്രസിലുണ്ടായപ്പോൾ നമ്മളെ ടീമാണ് തിരിച്ചു പിടിച്ചത്. അതേ ടീമിന്റെ കയ്യിൽ തന്നെ ഇപ്പോഴുള്ളത്. അത് അന്ന് മണ്ഡലം പ്രസിഡന്റിൻ്റെ അച്ഛനായിരുന്നു, പിന്നീട് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നത് ഞങ്ങൾ നേരത്തെ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലയിൽ എത്ര സഹകരണ സ്ഥാപനങ്ങൾ, ഏറ്റവും ഒടുവിലായി നമ്മുടെ ആനപ്പത്തി സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ അല്ലേ? CPM പിടിച്ചില്ലേ? എന്ത് ചെയ്തു ഇവർ? CPM ഇങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ പറ്റുമോ? അപ്പോൾ ഇത് നിലനിർത്തിയതും കൊണ്ട് നടക്കുന്നു അന്ന് മുതൽ ഞങ്ങളൊരു ടീം തന്നെയാണ്. ആ ടീമിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. സ്വാഭാവികമായും PK രാഗേഷ് കോൺഗ്രസിന്റെ ഭാഗമാവുകയാണ്. ഈ ഒരു സഹകരണ സ്ഥാപനം അത് കോൺഗ്രസിന്റെ ഭാഗമാക്കുക എന്നത് താങ്കളുടെ കോൺഗ്രസിന്റെ ഭാഗം തന്നെയല്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ CPM-ന്റെയോ BJP-യുടെയോ അല്ലെ മറ്റാരെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുള്ള ഭരണസമിതി DCC ഒരു പാനൽ നൽകി, താങ്കൾ അത് അംഗീകരിച്ചില്ല. DCC അങ്ങനെ ഒരു പാനലും നൽകിയിട്ടില്ല, ഒരു പാനലും നമ്മുടെ മുമ്പാകെ വെച്ചിട്ടില്ല. DCC പറഞ്ഞ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അഞ്ച് പേരെ അവർ പറയുന്നത് ഇവർ എന്ന് പറഞ്ഞാൽ ഐക്യകണ്ഠൻ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിക്കേണ്ടതല്ലേ? ഒന്നിക്ക് മണ്ഡലം കമ്മിറ്റി യോഗത്തിനകത്ത് ഭൂരിപക്ഷ പ്രകാരം തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓരോ ബൂത്തുകളിൽ നിന്ന് തീരുമാനമെടുത്തിട്ട് സ്ഥാനാർത്ഥികൾ ആരാവണം തീരുമാനിക്കണം. അതിന് പകരം
അതിൻ്റെ അകത്തുള്ള ഒരു വിഭാഗം 5 പേരെ ഞങ്ങൾ പറയുന്ന ആളുകളെ വെക്കണം. 4 പേര് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായുള്ളവർ 4 പേരും മറ്റൊരു ഭാഗത്ത് 5 പേരുമായി അതിൻ്റെ പ്രസിഡൻഷിപ്പ് ആയിരിക്കാം പോവുക സ്വാഭാവികമായിട്ടും. അത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണ്. ഇപ്പം ഗ്രൂപ്പിസം ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഉണ്ടല്ലോ, എ ഗ്രൂപ്പ് ഭരിക്കുന്ന ഏതെങ്കിലും ബാങ്ക് ഐ ഗ്രൂപ്പിന് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? അല്ല, കെ സുധാകരൻ എം പിക്ക് അറിയായിരുന്നില്ലേ ഇപ്പോൾ ബാങ്ക് ആ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചു കൊടുക്കും എന്നുള്ള തരത്തിലുള്ള ഒരു ധാരണയും ഇല്ല? അത് കെ സുധാകരൻ എം പിക്ക് അറിയില്ലേ? എം പി ഞാനല്ലേ സംസാരിച്ചില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പി കെ രാഗേഷിനെ നടപടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കെ സുധാകരൻ എം പി എതിർത്തില്ല? അദ്ദേഹത്തിനോട് മാത്രം ചോദിക്കണം. അദ്ദേഹത്തിന്റെ മനസാക്ഷി ഉത്തരം പറയേണ്ട കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. എനിക്കറിയില്ല എന്നെ എന്തിനു പുറത്താക്കിയെന്ന് എനിക്കറിയില്ല. പള്ളിക്കുന്ന് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കുന്ന് ബാങ്കിൽ 2 പാനൽ, ഞാൻ അദ്ദേഹത്തോട് വളരെ വ്യക്തമായിരുന്നു, 2 പാനൽ മത്സരിച്ചോട്ടെ, ജയിക്കുന്നവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭരിച്ചോട്ടെ, ഇവിടെ എന്താ പ്രശ്നം? അപ്പോൾ അതല്ല, എന്നെ പുറത്താക്കാൻ വേണ്ടി ചിലർ വളരെ ബോധപൂർവം നടത്തിയ ഡ്രാമക്ക് ചിലപ്പോൾ കെ സുധാകരൻ കൂടി അതിനകത്ത് വഴിപ്പെട്ടിട്ടുണ്ടാവും. ഇനി അതല്ല, ബാങ്കിനെതിരെ പ്രവർത്തിച്ചതും ബാങ്ക് ഭരണസമിതിക്ക് എതിരെ, അതായത് പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതുകൊണ്ടാണ് എന്നെ പുറത്താക്കിയത്. എടക്കാട് മണ്ഡലത്തിനകത്ത് കെ സുധാകരൻ ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന എടക്കാട് മണ്ഡലത്തിനകത്ത് എടക്കാട് വനിതാ സഹകരണ സംഘത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന കൗൺസിലർ ഭാരതി ചേച്ചി ഉൾപ്പെടെയുള്ളവർ അവിടെ റിബലായി മത്സരിച്ചിട്ടുണ്ട്. അവരുൾപ്പെടെയുടെ പാനലാണ് ഇപ്പോൾ ആ സഹകരണ സംഘം ഭരിക്കുന്നത്. ഔദ്യോഗിക മണ്ഡലം കമ്മിറ്റിയുടെ പാനലിനെതിരെ മത്സരിച്ചവരാണ് ഇപ്പോൾ ആ സഹകരണ സംഘം ഇപ്പോഴും കീഴ്നിൽക്കുള്ള സഹകരണ സംഘം ഭരിക്കുന്നത്. അതിലൊരാളെപ്പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ എടക്കാട് പഞ്ചായത്ത്, പഴയ എടക്കാട് സോണലിനകത്ത്, എടക്കാട് വില്ലേജിലകത്തുള്ള ഈ പ്രവർത്തനം നടത്തുന്ന സഹകരണ സംഘത്തിനകത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ചവരെ ആരെയും പുറത്താക്കിയിട്ടില്ലല്ലോ. അപ്പോൾ പള്ളിക്കുന്നിൽ മാത്രം എന്താ അങ്ങനെ പുറത്താക്കാൻ കാരണം? അപ്പോൾ പാർട്ടിക്ക് ഒരു നയമല്ലേ കണ്ണൂർ ജില്ലയിൽ? അങ്ങനെ ഞാനെന്ന് വെച്ചാൽ 2.5 കൊല്ലം എന്നെ പുറത്താക്കി 29 മാസം കഴിഞ്ഞു. 29 മാസവും ഞാൻ ഒരു അക്ഷരം പാർട്ടിക്കെതിരെയോ പാർട്ടിയായി ബന്ധപ്പെട്ട സംവിധാനത്തിനെതിരെ ഞാൻ പറഞ്ഞില്ല. പാർട്ടിക്ക് അപ്പീൽ കൊടുത്ത് അപ്പീലിനകത്ത് പരിഗണന കിട്ടുമോ എന്ന് വെച്ച് ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഇപ്പോഴും പാർട്ടിക്ക് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പീലിനകത്ത് എപ്പോൾ വേണമെങ്കിൽ നടപടി എടുക്കാമല്ലോ. ഇതുവരെ ഒരു നടപടി എടുത്തില്ല. എന്നെ ഒന്ന് വിളിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെ എന്നെ പുറത്താക്കുക ചെയ്ത സസ്പെൻഷനല്ല. സാധാരണ നമ്മുടെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്യുമ്പോൾ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എന്നെ പുറത്താക്കിയത്. ഇതൊക്കെ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതിലേക്കൊന്നും കിടക്കുക. എന്നിട്ടും 29 മാസം അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരക്ഷരം അതിനുശേഷം പാർട്ടിക്ക്, പിന്നെ കൗൺസിലിനകത്ത് ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ കൗൺസിലിനകത്ത് പാർട്ടി വിപ്പ് ലംഘിക്കാതിരിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വെച്ചാൽ ഏതെങ്കിലും മേയറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് തന്നാൽ ആ വിപ്പിനനുസരിച്ച് വോട്ട് ചെയ്യണം. അതിനകത്ത് വരുന്ന അജണ്ടയിൽ മേൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പാടില്ലെന്നോ ആ ചർച്ച നടക്കുമ്പോൾ ഇന്ന രീതിയിൽ വോട്ട് ചെയ്യണമെന്നോ വിപ്പ് നൽകാൻ നമ്മളെ നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെന്താ, എന്തുകൊണ്ട് എനിക്ക് ഈ കൗൺസിലിനകത്ത് സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞുകൂടാ? അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞപ്പോൾ പിറ്റേന്ന് തന്നെ എന്നോട് ആരോ പറഞ്ഞു നാളെ ഇന്ന പാർട്ടി എന്ന് ഓർത്താക്കും. എന്ത് അടിസ്ഥാനത്തിലാണ്? അതിനകത്ത് വരുന്ന അജണ്ടക്കകത്ത് ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ വളരെ വ്യക്തമായി നിയമത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയാനും അതിനകത്ത് തിരുത്താനും തിരുത്തിക്കാനും നിർദ്ദേശം കൊടുക്കാനും കാര്യങ്ങൾ പറയാനുള്ള ഒരു അധികാരം ഒരു കൗൺസിലർക്കും. DCC പ്രസിഡന്റ് കൂടി അംഗമായ ഒരു കൗൺസിലാണിത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ നടക്കുന്ന കാര്യങ്ങൾ DCC പ്രസിഡന്റിനും അറിയാം. ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ, ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നത് പാർട്ടി ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നില്ലേ? ശരിക്കും പാർട്ടി ഇടപെട്ട് പരിഹരിക്കേണ്ടതായിരുന്നു. പാർട്ടിക്ക് അങ്ങനെ ഒരു പാർട്ടി എന്ന് പറയുന്നത് ആരാന്ന് ഇപ്പോഴും പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. കെ സുധാകരന്റെ മുകളിൽ കണ്ണൂരിൽ വേറൊരു പാർട്ടി ഉണ്ടോ? കോക്കസിന്റെ കയ്യിലാണിത്. ചില കോക്കസിന്റെ കൈകളിലാണ് ഇത്. കെ സുധാകരന്റെ മുകളിൽ കണ്ണൂരിൽ ഒരു പാർട്ടി ഉണ്ടോ? ചിലപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ സംശയിക്കേണ്ടി വരുന്നു. ഉണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹം മൗനം പാലിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിക്കും? താങ്കളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ മുൻകൈയെടുത്തത് കെ സുധാകരനാണ്. താങ്കളെ മേയറാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചത് കെ സുധാകരനാണ്. താങ്കളെ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് കെ സുധാകരനാണ്. അങ്ങനെയൊക്കെയുള്ള കെ സുധാകരൻ ഈ പറയുന്നതൊന്നും ഒരിക്കലും ശരിയല്ല. എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം 2015 തെരഞ്ഞെടുപ്പിൽ എൻ്റെ വാർഡിനകത്ത് സ്വതന്ത്രമായി LDFനെയും UDFനെയും BJPയും പിന്നെ വെൽഫെയർ പാർട്ടിയെയും SDP എല്ലാവരെയും പരാജയപ്പെടുത്തിയാണ് ഞാൻ വിജയിച്ചു വന്നത്. 2020 സമാനമായ സ്ഥിതി തന്നെ പള്ളിക്കുന്ന് പഞ്ചായത്തിൽ എവിടെയും നിലനിൽക്കുന്നു. 1-ാം വാർഡിൽ ഞാൻ പോയി മത്സരിച്ചാൽ സ്വതന്ത്രമായി ഞാൻ ജയിക്കും. ഞാൻ പാർട്ടിക്ക് മുമ്പാകെ അന്ന് പിന്നെ സീറ്റ് ചർച്ചകൾക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പള്ളിക്കുന്ന് സോണിൽ വിട്ട്, പള്ളിക്കുന്ന് ഏരിയ വിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പള്ളിക്കുന്നിൽ മാത്രം സീറ്റ് തന്നാൽ മതി. ഇനി നിങ്ങൾ തരുന്നില്ലെങ്കിൽ
എനിക്ക് മത്സരിക്കാനുള്ള അനുമതി, പാർട്ടി ടിക്കറ്റ് വേണ്ട, കൈച്ചിഹ്നം വേണ്ട, എനിക്ക് മത്സരിക്കാനുള്ള അനുമതി മാത്രം തന്നാൽ മതി. ഞാൻ 1-ാം വാർഡിൽ മത്സരിക്കും. ഞാൻ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ടോട്ടെ, ജയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. എനിക്ക് യാതൊരു പരാതിയില്ല, അവിടെ മതി എന്ന് പറഞ്ഞപ്പോൾ കെ സുധാകരൻ എന്നെ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയതാണ് 35-ാം വാർഡിലേക്ക്. നീ അവിടെ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയപരമായി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മൊത്തത്തിൽ കോർപ്പറേഷനെ ബാധിക്കും. കോർപ്പറേഷൻ്റെ വിജയത്തിന്, UDFൻ്റെ വിജയത്തിൽ അത് വിങ്ങലേൽപ്പിക്കും, അല്ലെങ്കിൽ അതിന് കുറച്ച് മങ്ങലുണ്ടാവും. അതൊരു വിഷയമായി വരും. അതുകൊണ്ട് ഏറ്റവും നല്ല സീറ്റായ 35ലേക്ക് നിങ്ങൾ വന്നോ എന്ന് പറയുന്നത് എനിക്ക് ഔദാര്യമായി തന്നതല്ല. എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് എന്നെ തട്ടിമാറ്റി, എന്നെ തട്ടിപ്പറിച്ചുകൊണ്ട് പറിച്ചു നട്ടതാണ്. അല്ലാതെ അത് എന്നെ കൊണ്ടുപോയി ഏറ്റവും നല്ല സീറ്റ് കൊണ്ടത് വെച്ചാൽ ഞാൻ ടി.ഒ. മോഹനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയോ സ്വന്തം വാർഡോ മണ്ഡലമോ ഇല്ലാത്ത ഒരാളല്ല. ടി.ഒ. മോഹനൊന്നും ഇതുവരെ സ്വന്തമായി ഒരു വാർഡ് ഇന്ന് വരെ സ്വന്തമാണ്, അല്ലെങ്കിൽ സ്വന്തമായി പ്രവർത്തന മേഖല അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹം പഴയ ചേലോറ പഞ്ചായത്തുകാരനാണ്. ചേലോറ പഞ്ചായത്തിൽ നിന്ന് കണ്ണൂരാണ് നല്ല മേച്ചിൽപ്പുറം എന്ന് കണ്ട് അവിടെ നിന്ന് മാറി കണ്ണൂരിലേക്ക് വന്ന് കണ്ണൂരിൽ ചെറിയ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു. കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് ചേലോറ മണ്ഡലത്തിൽ പ്രവർത്തനം കുറച്ചുകൂടി നല്ല കരുത്തോടു കൂടി പ്രവർത്തിച്ച് ചേലോറ മണ്ഡലത്തിൽ, ചേലോറ പഞ്ചായത്തിൽ അവിടെ UDFന് കരുത്ത് തെളിയിച്ച് 1-2 സീറ്റ് വർദ്ധിപ്പിച്ച് അവിടെ തന്നെ നിൽക്കാനായി ശ്രമിക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം ചേക്കേറി കണ്ണൂരിലേക്ക് വന്ന് നല്ല വിളഞ്ഞ ഭൂമിയിൽ കൊയ്ത്ത് നടത്തുന്നതിന് വേണ്ടി വന്നവരാണ് അവരൊക്കെ. ഞാൻ അങ്ങനെ വന്ന ഒരാളല്ല. ഞാൻ സ്വന്തമായി 88-ന് മുമ്പ് വരെ CPM അടക്കി വാണ ഒരു പഞ്ചായത്താണ് പള്ളിക്കുന്ന് പഞ്ചായത്ത്. ആ പഞ്ചായത്തിനകത്ത് ഓരോ ദിവസവും, ഓരോ ദിനങ്ങളും, ഓരോ മണിക്കൂറും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അവിടെ നല്ലൊരു ടീം സെറ്റപ്പ് ഉണ്ടാക്കി. 2010-ലെ തെരഞ്ഞെടുപ്പിൽ 2005-ലെ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റായിരുന്നെങ്കിൽ 2010-ലെ തെരഞ്ഞെടുപ്പിൽ 2005-ലെ തെരഞ്ഞെടുപ്പിൽ 11 ആയിരുന്നെങ്കിൽ 2010-ലെ തെരഞ്ഞെടുപ്പിൽ 17-16 സീറ്റും നേടിക്കൊടുത്ത പഞ്ചായത്ത് പ്രസിഡൻറ്റും മണ്ഡലം പ്രസിഡൻറ്റുമായിരുന്നു ഞാൻ. അങ്ങനെ ഉണ്ടാക്കിയ ഒരു പാർട്ടിക്ക് ഒരു ബെൽറ്റും അടിത്തറയും ഉണ്ടാക്കി കണ്ണൂർ ജില്ലയിൽ തന്നെ UDFന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന 5211 വോട്ട് UDFന് നേടിക്കൊടുത്ത ഒരു പഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പരിശോധിച്ച് നോക്കുക. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നാളെ ഇതിനെതിരെ ചില കമൻറ്റുകൾ വരും. എന്താണ്? 5211, ഇതിനേക്കാൾ കൂടുതൽ ഉളിക്കൽ പഞ്ചായത്തുണ്ട്. പക്ഷെ അവിടെ ടോട്ടൽ വോട്ടർമാരെ നോക്കണം. പേഴ്സൻറ്റേജ് വെച്ച്, ശതമാനം വെച്ച് ഏറ്റവും ഭൂരിപക്ഷം നേടിക്കൊടുത്ത ഒരു പഞ്ചായത്താണ്. അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. എന്നെ ഉൾപ്പെടെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അത് ചില ഒരു കോക്കസിൻ്റെ കളി. ഇപ്പോഴും ഞാൻ പറയുന്നു, കോൺഗ്രസിന് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് വരട്ടെ, എന്നെ തിരിച്ചെടുക്കട്ടെ, ഞങ്ങൾക്ക് പാർട്ടി പ്രവർത്തകന്മാർ ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇവരൊക്കെ പാർട്ടി പ്രവർത്തകന്മാർ യഥാർത്ഥമായ പ്രവർത്തകന്മാരെയും അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്നവരെയൊക്കെ മാറ്റി നിർത്തപ്പെട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട കുറേ ആളുകളെ തിരികെ കയറ്റി അവരെയൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു പ്രത്യേക ടീമായി മാറുകയാണ് കണ്ണൂർ കോർപ്പറേഷനകത്ത്. UDF എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് കോൺഗ്രസിൻ്റെ നില വളരെ പരിതാപകരമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ കോൺഗ്രസിന്റെ നില ഇങ്ങനെ പരിതാപകരമാണ് എന്ന് പറയുമ്പോൾ പള്ളിക്കുന്നിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസുണ്ട്, കോൺഗ്രസിന്റെ കൈച്ചിഹ്നം അടക്കമുള്ള ഒരു ഓഫീസ്. അത് പി കെ രാഗേഷിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് കോൺഗ്രസ്സുകാരിൽ നിന്നും പിരിവെടുത്ത്, ഗൾഫിൽ ഉൾപ്പെടെ പിരിവെടുത്തുണ്ടാക്കിയ 2 സെന്റ് സ്ഥലം വാങ്ങി അവിടെ കെട്ടിടം സ്ഥാപിച്ചു. അത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസായി പ്രഖ്യാപിച്ചു. അങ്ങനെയൊക്കെയുള്ള ആ മണ്ഡലം കമ്മിറ്റി ഓഫീസ് സ്വകാര്യ സ്വത്തായി പി കെ രാഗേഷിന്റെ പേരിൽ ആണ് അതുള്ളത്. അവിടെ വാടക കൊടുത്ത് അതിൽ നിന്നും പണം സമ്പാദിക്കുകയാണ് പി കെ രാഗേഷ് ചെയ്യുന്നത്. വളരെ ശക്തമായ ആരോപണം. അത് തിരിച്ചു പിടിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട പരാതികൾ അവർ മുന്നോട്ട് പോവുകയാണ്. ആ പാർട്ടി ഓഫീസ് പി കെ രാഗേഷിന്റെ പേരിലാണോ ഇപ്പോഴുള്ളത്? എനിക്ക് ലജ്ജയും തോന്നുന്നു. ഈ പാർട്ടിയുടെ ഒരു ദുരവസ്ഥയും മണ്ഡലം പ്രസിഡന്റിലൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയേണ്ട ഒരു ചോദ്യമാണ്. ഒരിക്കലും ഇതിന് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതുപോലുള്ള എന്നുവെച്ചാൽ എന്നെ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉത്തരം പറയാതെ പോയാൽ അത് മറ്റെന്തോ ആണെന്ന് മറ്റുള്ളവർ ധരിക്കുന്നത് കൊണ്ട് മാത്രം 1-2 കാര്യം ഞാൻ പറയാം. ഒന്ന്, മണ്ഡലം കമ്മിറ്റി ഓഫീസല്ല അത്. പള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത് തളാപ്പിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പള്ളിക്കുന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്. പിന്നെ ഇപ്പോൾ ഈ ഓഫീസ് കോൺഗ്രസിന് അത് കിട്ടുന്നില്ല, അത് വേണമെന്ന് പറയുന്ന അവരോട് എനിക്ക് ആദ്യമായി പറയാം, പന്നേമ്പാറയിൽ റെയിൽ കഴിഞ്ഞ് തൊട്ടടുത്ത് അവിടെ നമ്മുടെ ഒരു യൂണിറ്റ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുണ്ട്. പന്നേമ്പാറ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്. പണ്ട് കൽക്കോട്ട് മൂന്നാൻ ഉൾപ്പെടെ നമ്മുടെ മുൻ DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രവർത്തിച്ച ഒരു ഓഫീസ്. ആ ഓഫീസ് ഇന്ന് എവിടെയാണ് ഉള്ളത്? ആ ഓഫീസ് പൊളിക്കാനും പൊളിച്ചു കൊടുക്കാനും
പണം വാങ്ങിയ ആ പണം ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അത് ആരുടെ കയ്യിലാണ്? മണ്ഡലം പ്രസിഡന്റിന്റെ കയ്യിലാണോ അല്ല വേറെ ആരെങ്കിലും സ്വകാര്യം വാങ്ങിയിട്ടുണ്ടോ? അതിന് അവർ ഉത്തരം പറയട്ടെ. ഒരുപാട് അതിലേക്കൊന്നും ഞാൻ അതായത് കടക്കുന്നത്. ആ ഓഫീസ് ഇപ്പോൾ അവിടെ ഇല്ല. നിങ്ങൾ പരിശോധിക്ക്, റെയിൽ കടന്ന് തൊട്ടടുത്ത് പള്ളിക്കുന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുമ്പോൾ റെയിൽ എത്തുന്നതിന് മുമ്പ് വലത്ത് ഭാഗത്ത് വിൽക്കുകയാണോ ചെയ്തത്? അതെന്താണ് ചെയ്തതെന്ന് അവർ പറയട്ടെ. ഉത്തരം അവരാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. ഈ മണ്ഡലം കമ്മിറ്റി വളരെ സുശക്തമായി പ്രവർത്തിക്കുന്ന ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറയട്ടെ. ഇപ്പം മണ്ഡലം പ്രസിഡന്റാന്ന് പറഞ്ഞ് ജളിഞ്ഞ് നടക്കുന്നില്ലേ? പിന്നെ ഈ പറയുന്ന ബാക്കി എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോഴും അതിൻ്റെ ടാക്സ് ആയാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഞാൻ അടക്കുന്നു. ഇവരുടെ അടുത്തെല്ലാം പല രേഖകളുണ്ടോ? പി കെ രാഗേഷിന്റെ പേര് തന്നെയാണ് അതുള്ളത്. ഏത് ഈ പന്നം പറയാം? പന്നം പറയല്ല, അല്ല, ഈ ചാലാട് ചാലാട് ഓഫീസ് ആരതാണ്? ഒരു പാർട്ടിയുടെ അല്ല. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ നാമത്തിൽ ഒരു 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 സ്ഥാപനം തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനായ ഞാനും എൻ്റെ കുടുംബവും, നിങ്ങൾ പറഞ്ഞല്ലോ കാലി സ്ഥലം എടുത്ത, ഒരു കാലി സ്ഥലമല്ല എടുത്തത്. ഗൗരി ഉത്തമൻ എന്ന് പറയുന്നവരിൽ നിന്ന് 2,20,000 രൂപ കൊടുത്ത് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വാങ്ങിയ സ്വത്താണത്. സ്വത്തല്ല, ബിൽഡിംഗ് അടക്കമാണ്. പാർട്ടി ഓഫീസ് എടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. കെട്ടിടം ഉൾപ്പെടെ അവർ ഒരു കുടുംബം താമസിച്ച കെട്ടിടമാണ് എടുത്തത്. അതുകൂടാതെ ഇനി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് അവർ വില പറഞ്ഞ് നിന്നെടുക്കുന്നതാണ്. ഞാൻ പോയി അതിൻ്റെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് പൈസ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നത്. എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയതിന് ശേഷമാണ് പിന്നീട് പാർട്ടി, അതായത് അച്ഛൻ്റെ പേരിലായതുകൊണ്ട് അച്ഛൻ പാർട്ടിക്കാരനാണ്. ആ പാർട്ടിക്കാരൻ പുതിയറമ്പത്ത് ഗോവിന്ദൻ സ്മാരക മന്ദിരം എന്ന് പേരിട്ട് അത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ചിഹ്നം ഞാൻ കോൺഗ്രസിലല്ലേ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പിന്നെ പൈസ പിരിവെടുത്തു എന്ന് പറയുന്നു. ഗൾഫിലൊന്നും ഞാൻ ഗൾഫിൽ പോയത് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പോയി. എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് അതിൻ്റെ മോഡിഫിക്കേഷന് കുറച്ച് പൈസ വ്യക്തിപരമായി വാങ്ങിയാൽ ഒരു പിരിവും ഞാൻ എടുത്തിട്ടില്ല. ഒരു പിരിവെടുത്ത റെസീറ്റ് അവർ കൊണ്ടുവരട്ടെ. നാട്ടിൽ പിരിവ് എന്ന് പറയുന്ന സാധനം ഈ ബിൽഡിങ്ങിന് വേണ്ടി എടുത്തിട്ടില്ല. നാട്ടിൽ പിരിവെടുത്ത ഒരൊറ്റ കാര്യത്താണ് അതിൻ്റെ ഉദ്ഘാടനം. അന്നത്തെ KPC പ്രസിഡന്റായ രമേശ് ചെന്നിത്തലയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന ദിവസം വരുന്നതിൻ്റെ വേണ്ടിയുള്ള പിരിവ് അടുത്ത പാർട്ടിക്കാർ പ്രാദേശികമായി എടുത്തു എന്നതിൽ കവിഞ്ഞ് അതിനോടനുബന്ധിച്ച് പാർട്ടി പരിപാടി നടത്തി. ഏകദേശം ഒരു 10-75ഓളം പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരെ ആദരിക്കുകയും അതോടൊപ്പം അവർക്ക് പ്രത്യേകിച്ച് മൊമെൻ്റോ കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള പാർട്ടി പരിപാടിക്കുള്ള പിരിവല്ലാതെ മറ്റ് കെട്ടിടം എന്ന് പറഞ്ഞ് ഒരു രൂപ എവിടെയും പോയി പിരിച്ചിട്ടില്ല. അങ്ങനെ പിരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. അതുകൂടാതെ എൻ്റെ സ്വന്തം പേരിലാണ് ഇപ്പോഴും നികുതി വെച്ച്. പിന്നെ പള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഇന്ന് കാണുന്ന മണലിലെ കോൺഗ്രസ് ഓഫീസ് എൻ്റെ നേതൃത്വത്തിൽ ഞാൻ ഉണ്ടാക്കിയത്. അത് എൻ്റെ പേരിലല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, അത് കോൺഗ്രസിൻ്റെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. പള്ളിയാമല കോൺഗ്രസ് ഓഫീസ് തുടങ്ങി വെച്ച് ഇന്ന് ഈ ആരോപണം ഉന്നയിച്ചവൻ ആദ്യം പറയേണ്ട മറുപടി എന്താണെന്നറിയോ? അദ്ദേഹം പള്ളിയാമലക്ക് ഒരു ഓഫീസിന് പൊളിച്ചിട്ടു, അവിടെ കെട്ടിടം എടുക്കാൻ വേണ്ടി വാങ്ങിയ മരം ഉൾപ്പെടെ, അവിടുത്തെ പഴയ മരം ഉൾപ്പെടെ ഓൻ്റെ വീട്ടിന് ഇപ്പോഴും പോയി ഓൻ്റെ വീട്ടിൻ്റെ മരം ചിരണ്ടി നോക്കിയാൽ അതിന് ഓറഞ്ച് വെള്ളം വെച്ച് പെയിൻറ്റ് കാണാം. ഈ മണ്ഡലം പ്രസിഡന്റിൻ്റെ വീട്ടിൽ, തറവാട് വീട് ഇപ്പോഴും പോയി നോക്കിയാൽ അവിടുത്തെ മരം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം കെട്ടിടം എടുത്തത്. അദ്ദേഹത്തിൻ്റെ അതേ സ്വഭാവമാണ് ബാക്കി എല്ലാവർക്കും എന്ന് ധരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം ആരോപണം. പിന്നെ മറ്റൊന്ന്, പള്ളിയാമലൊക്കെ മറ്റൊരു കോൺഗ്രസ് ഓഫീസുണ്ട്. അത് CPM വിറ്റതാരാ? ആ വിറ്റതിൻ്റെ പണം എവിടെ? അതായത് ഇപ്പോഴത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റായ പഴയ ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്തിൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള കോൺഗ്രസ് ഓഫീസ് അത് CPM വിറ്റതാരാ? ഞാനാണോ? അപ്പോൾ അവരുടെ സ്വഭാവമാണ് എൻ്റേത് എന്നാണ് അവർ ധരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ പഠിച്ചതല്ല. ഞങ്ങൾ പഠിച്ചത് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഗുണപരമായ കാര്യങ്ങൾ. ഇന്ന് പള്ളിക്കുന്ന് മണ്ഡലത്തിൽ എവിടെയെങ്കിലും പാർട്ടി ഓഫീസുകൾ പുതുതായി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. താങ്കളുടെ സ്വന്തം പേരിലുള്ള ആണെങ്കിൽ ആ ഒരു കൈപ്പത്തി ചിഹ്നം എന്ന് പറഞ്ഞാൽ അത് മായ്ക്കണമെങ്കിൽ മായ്ക്കാം. അത് ഇവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ മായ്ക്കാം. ഇപ്പം എന്നെ മാത്രമല്ല പുറത്താക്കിയിട്ടില്ലോ, എൻ്റെ സഹോദരന്മാർ കോൺഗ്രസ് അല്ലേ, ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി എടുത്തല്ലേ. അപ്പോൾ ഓൻ്റെ അവകാശവാദം ഉണ്ടാവും, ചിലപ്പോൾ അതാടി ഉണ്ടാവട്ടെ. അത് പൊളിക്കലാണെങ്കിൽ അത് നാളെ തന്നെ പൊളിക്കാം. ഞാനിപ്പോഴും കോൺഗ്രസ്സുകാരനാണ്. ആ കോൺഗ്രസ്സുകാരന് കൈപ്പത്തി വെക്കാൻ പാടില്ലെന്നുണ്ടോ? ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഇപ്പോഴും. കോൺഗ്രസ് അല്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞില്ല. പിന്നെ പാർട്ടി ഇവർ പറഞ്ഞാൽ മാത്രമേ ഞാൻ പാർട്ടിക്കാരനാവും. അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. എല്ലാ കോൺഗ്രസ്സുകാരും അവിടെ പ്രവേശിക്കുന്നുണ്ട്. ഞാൻ അവിടെ എൻ്റെ സ്വന്തം ആവശ്യത്തിന് ആ ഓഫീസ് ഇതുവരെ ഉപയോഗിച്ചില്ല. അവിടുത്തെ കുടുംബശ്രീക്കാർക്ക്, പൊതുജനങ്ങൾക്ക് ഏത് മീറ്റിംഗ് അവിടെ നടത്തുന്നു, ഇപ്പോഴും നടത്തുന്നു. കുടുംബശ്രീ ഉൾപ്പെടെ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ താഴത്തെ നില 2 നിലയുണ്ട്. താഴത്തെ നില എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും വരുമ്പോൾ തുറക്കാനും പൂട്ടാനും കാര്യങ്ങൾക്ക് വേണ്ടി താഴെ ഒരു കോൺഗ്രസ്സുകാരന് ചാലാട് ഒരു സ്ഥാപനം നടത്തിയ ഒരാൾക്ക് അത് പൊളിഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിന് വന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് നാമമാത്രമായ തുകയ്ക്ക് വാടക കൊടുത്തു. ആ തുകയിൽ 1 രൂപ പോലും ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. അത് അവിടുത്തെ പൊതുജന ആവശ്യത്തിന്, പൊതുവായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിച്ചു. അതിന് കൃത്യമായി കണക്കും വെക്കുന്നത്. അത് എൻ്റെ സ്ഥാപനമാണെങ്കിലും അവിടുന്ന് പുതിയറമ്പത്ത് ഗോവിന്ദൻ്റെ നാമധേയത്തിൽ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന തുക അതിലത്തെ പൊതു ആവശ്യങ്ങൾക്കല്ലാതെ
മറ്റൊന്നിന് അവിടുത്തെ പെയിൻ്റ് അടിയായാലും മറ്റു കാര്യങ്ങളായാലും ആഗസ്റ്റ് 15 റിപ്പബ്ലിക് ഇത്തരം കാര്യങ്ങൾ ആ പ്രദേശത്തുള്ള ആർക്കും അസുഖമായാൽ അതിന് വേണ്ട മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ. ഇതല്ലാതെ എൻ്റെ വീട്ടിലേക്കോ എൻ്റെ സ്വന്തം ആവശ്യത്തിനോ ചിലവിന് എൻ്റെ കുടുംബത്തിൽ ഒരു രൂപ അതിൽ നിന്ന് ഞങ്ങൾ ആരും വിനിയോഗിച്ചിട്ടില്ല. അത് ഈ പറയുന്നവരുടെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ് എല്ലാവരും എന്ന് അവർ തന്നെ ധരിക്കുന്നതാണ് അവരെ തകരാറ്. അവർ പല്ലാമൂല കോൺഗ്രസ് ഓഫീസ് വിറ്റ പൈസ എവിടെയാണെന്നും അതുപോലെ തന്നെ പന്നേമ്പാറ കോൺഗ്രസ് ഓഫീസ് എവിടെയാണെന്നും ഇവർ പറയട്ടെ. ഇത് മാത്രമല്ല, ഇനിയുമുണ്ട് എൻ്റെ പേരിൽ വേറൊരു സ്ഥാപനം പള്ളിക്കുന്ന് മണ്ഡലത്തിനകത്ത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു സ്ഥലം ഇപ്പോഴും ഉണ്ട്. അതെവിടെയാണെന്ന് ഇവർക്കറിയോ? കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ച സ്ഥലമുണ്ട്. എവിടെയാണെന്ന് ഇവർക്കറിയോ? ഇപ്പോഴും ഞാൻ ടാക്സ് അടക്കുന്നുണ്ട്. അറിയോ ഇവർക്ക് ആർക്കെങ്കിലും? ഇതൊന്നും ഇവരാരും പൈസ തന്നിട്ടോ ഇവരാരും പിരിവെടുത്ത് കൊണ്ട് തന്നിട്ടല്ല എടുത്തത്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഈ പള്ളിയാമ്പല ഓഫീസ് പൊളിച്ചിട്ടിട്ട് അത് എടുത്ത കഥ ആ നാട്ടിലുള്ള മുഴുവൻ കോൺഗ്രസ്സുകാർക്കും അറിയാം. അവരുടെ സ്വഭാവമാണ് എല്ലാവർക്കും എന്ന് ധരിക്കരുത്. അതുകൊണ്ട് ഇവരെ പോലെ ഇതിൽ നിന്ന് ഒരു രൂപ നക്കാപ്പിച്ച കിട്ടി ജീവിക്കേണ്ട ഗതികേട് എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഭാവിയിലും ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ പുതിയോറമ്പത്ത് ഗോവിന്ദൻ പഠിപ്പിച്ച് തന്ന പാതക്ക് അപ്പുറത്തേക്ക് നമ്മൾ പിന്നെ മറ്റുള്ളവൻ്റെ ഒരു രൂപ നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അച്ഛൻ ഇതുവരെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ആ പാതയിൽ തന്നെ തുടരുന്നു. അപ്പോൾ മറ്റുള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ അതേ സ്വഭാവമാണ് ഞങ്ങൾ. ഇങ്ങനൊരു പരാതി അത് പിടിച്ചെടുക്കണം എന്നൊക്കെയുള്ള പരാതി വന്നതുകൊണ്ട് ആ കൈപ്പത്തി ചിഹ്നം അവിടെ നിന്ന് മാറ്റുമോ? 2015 എന്നെ പാർട്ടിയിൽ നിന്ന് എന്നെ 2012 പുറത്താക്കിയില്ലേ? 2015 ഞാൻ മത്സരിച്ചില്ലേ? 10 വർഷം കഴിഞ്ഞു. എവിടെ ഉറങ്ങിപ്പോയ ഇവർ ഇത്ര കാലം? ഇപ്പോഴാണ് ഇവർക്ക് തോന്നിയേ ആ പ്രദേശത്തുള്ള കോൺഗ്രസ്സുകാരെല്ലാം അവിടെ വരുന്നുണ്ട്. ഇവർക്ക് കുറച്ചാൽ അതിനകത്ത് കയറാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലെ ഏത് കോൺഗ്രസ്സുകാരാ വരാത്തെ? അവരെ മനസ്സിൻ്റെ തകരാറ്. അവർക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അവർ സാധാരണഗതിയിൽ വരുവോ പോവുക, അതല്ലാതെ അവർ ആടെ വന്നിട്ട് എൻ്റെതാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന സമയത്ത് വരുവോ അല്ലെങ്കിൽ നമ്മളവിടെ പൊതു സമയത്ത് വന്നോ പോയിക്കോ, അതല്ലാതെ അവർക്ക് എന്താ അവകാശം ഇതിനകത്ത്? അവർക്ക് വേണ്ടിയല്ല എടുത്തത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ നാമത്തിൽ ആ പ്രദേശത്ത് നല്ലതായ കാര്യങ്ങൾ ചെയ്യുവാനും അതിനു വേണ്ടിയാണ് നടത്തുന്നത്. അതിനുവേണ്ടി ഇങ്ങനൊരു പരാതി ഉന്നയിച്ച സാഹചര്യത്തിൽ ചിഹ്നം അവിടെ നിന്ന് മാറ്റുമോ? ആവശ്യമില്ല. ആ ശിലാഫലകം അവിടെ നിന്ന് മാറ്റും. രമേശ് ചെന്നിത്തല പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം കെ സുധാകരന്റെ അധ്യക്ഷത ആയിക്കോട്ടെ. പുതിയാർമത്ത് ഗോവിന്ദൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചാലാടി യൂണിറ്റ് കമ്മിറ്റി ഓഫീസല്ല ഉദ്ഘാടനം ചെയ്തത്. പുതിയാർമത്ത് ഗോവിന്ദന്റെ നാമധേയത്തിലുള്ള സ്ഥാപനമാണ് ഉദ്ഘാടനം ചെയ്തത്. അല്ലാതെ ചാലാടി യൂണിറ്റ് കോൺഗ്രസ് കമ്മിറ്റിയോ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചത് പള്ളിക്കുന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അല്ല ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനം ചെയ്ത പുതിയാർമത്ത് ഗോവിന്ദൻ സ്മാരക. ആ സമയത്ത് താങ്കൾ പള്ളിക്കുന്ന് മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. ആയിരുന്നു. അതുകൊണ്ടെന്താ? സ്വാഭാവികമായും പാർട്ടിയുടെ പേരിലായിരിക്കുമല്ലോ. പാർട്ടിയുടെ പേരിലല്ല സ്ഥാപനം, പുതിയാർമത്ത് ഗോവിന്ദന്റെ നാമധേയത്തിലാണ് സ്ഥാപനം. അല്ലാതെ പുതിയാർമത്ത് ഗോവിന്ദന്റെ പേരില. ഇപ്പോൾ പയ്യാമ്പലത്തെ സ്തൂപം കിട്ടിയത് അന്ന് ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല പാർട്ടിയുടെ പേരിൽ വേണം. ഇല്ലല്ലോ, പാർട്ടി ആവശ്യപ്പെടാൻ പാർട്ടി കമ്മിറ്റിയോ പാർട്ടിയോ തീരുമാനിച്ചെടുത്ത ഒരു സ്ഥാപനമല്ലല്ലോ. ഞാൻ എൻ്റെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം വാങ്ങുന്ന സ്വത്ത് പാർട്ടിക്ക് വേണമെന്ന് ആർക്കും പറയാൻ പറ്റുമോ? ഏതെങ്കിലും പാർട്ടിക്കാരൻ അറിഞ്ഞോ ഈ സ്ഥലം വാങ്ങിയത്? പാർട്ടി മണ്ഡലത്തിലോ അല്ലെ ബൂത്ത് ഏതെങ്കിലും യൂണിറ്റ് കമ്മിറ്റിയിൽ അല്ലെ ഏതെങ്കിലും മണ്ഡലം കമ്മിറ്റിയിൽ ഇതിൻ്റെ ഒരു മിനിറ്റ്സ് കാണിക്കട്ടെ ഇവർ. ഇത് ഇലക്ഷൻ വരാൻ പോകുമ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബാലിശമായ ഒരു ആരോപണം. ഞാനതാ പറഞ്ഞത്, അർഹിക്കുന്ന അവജ്ഞയോടെ ഈ ആരോപണം തള്ളുന്നു. അത് ആ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം. എന്ന് വെച്ചാൽ ഇപ്പം പ്രത്യേകിച്ച് ചാലാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവം മുടക്കാൻ വേണ്ടി ഈ ഗാന്ധി എന്ന് പറഞ്ഞ് ഇവനെല്ലാം ഗാന്ധി എന്ന് പേരിട്ടാളെ അടിക്കണം, ഓടിയടിക്കണം. അദ്ദേഹം കൊടുത്ത പരാതി പുറത്താണ് ഉത്സവം മുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിൻ്റെ അകത്ത് യാതൊരു കഴമ്പുമില്ലാന്ന് ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അനുസരിച്ചാണ് ഇപ്പോൾ ഉത്സവം നടന്നത്. ഹൈക്കോടതി വിധി അനുസരിച്ച്, അല്ലാതെ ഇവരെ ആരുടെ ഔദാര്യത്തിനല്ല. ഹൈക്കോടതി പറഞ്ഞു 2 മാസത്തിനുള്ള തീർപ്പ് കൽപ്പിച്ച് കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഇത്തവണ വീണ്ടും എന്താണ് എൻ്റെ ഏട്ടനായിപ്പോയി. അമ്പലത്തിലെ പൊതുവായ പ്രവർത്തനങ്ങളോ അമ്പലത്തിൻ്റെ പൊതുവായ കാര്യങ്ങളോ അല്ല. PK രാഗേഷിൻ്റെ ജ്യേഷ്ഠനായതുകൊണ്ട് അയാൾ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആവാൻ പാടില്ല. ഇതാണ്. അത് വ്യക്തിപരമായി വിരോധം തീർക്കുക. ഞങ്ങളെ ബലിയാടാക്കി ഒന്നുമല്ലാതാക്കാൻ വേണ്ടി ചില ആളുകൾ പണ്ട് മുതലേ ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ പാർട്ടിയുടെ ഒരു ലേബിൾ കൂടി അവർക്ക് കിട്ടി, അത്രമാത്രം. അതിൽ കവിഞ്ഞ് പ്രദേശത്തുള്ള ഒരാളും ഇവരെ കൂടെ ഇല്ല. ഉണ്ടെങ്കിൽ പിന്നെ ഇതേ അമ്പലത്തിൽ ജനറൽ ബോഡിക്ക് 150 ആൾ പങ്കെടുത്തപ്പോൾ ഈ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ കൈബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൈവക്കാൻ 3 ആളല്ലേ ഉണ്ടായുള്ളൂ. അവിടെ ഭൂരിപക്ഷം ആടാ PK രാഗേഷോ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം എടുത്ത് തലശ്ശേരി ഏരിയ കമ്മിറ്റിൻ്റെ ആളുകളുടെ സാന്നിധ്യത്തിൽ ഈ കമ്മിറ്റി തിരഞ്ഞെടുത്ത് എന്തുകൊണ്ട് ഇവർക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ല? ഇപ്പോൾ പള്ളിക്കുന്ന് ബാങ്ക് തിരഞ്ഞെടുപ്പ് പാർട്ടി എന്ന് പറയുന്നു. പാർട്ടി സ്ഥാപനത്തിനെതിരെ മത്സരിച്ചു, പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു. വോട്ട് ചെയ്തത് മുഴുവൻ കോൺഗ്രസ്സാറാണ്.
അവർ പറഞ്ഞ 5000 മെമ്പർഷിപ്പ് തള്ളിക്കളഞ്ഞു. ശരി, തള്ളിക്കളഞ്ഞു. അർബൻ ബാങ്കിലും തള്ളിയിട്ടുണ്ട് 12,000 മെമ്പർമാരെ നിയമത്തിനനുസരിച്ചാണ്. പിന്നെ ഇതൊന്നും മനസ്സിലാവാത്ത DC പ്രസിഡന്റ് പറയും ഇതിനോടൊന്നും പ്രതികരിച്ച് പോകാൻ നമ്മൾ തയ്യാറല്ല. എന്നുവെച്ചാൽ അർബൻ ബാങ്കിൽ പിന്നെ എത്ര മെമ്പർഷിപ്പ്, 10,000 മെമ്പർഷിപ്പ് തള്ളിയില്ലേ? എനിക്കടക്കം മെമ്പർഷിപ്പില്ലല്ലോ അർബൻ ബാങ്കിൽ. എന്തുകൊണ്ടാണ്? അവർ 500 രൂപ മെമ്പർഷിപ്പ് കൂട്ടി വർദ്ധിപ്പിച്ചു. ആദ്യം 50 രൂപയുള്ളത് 500 രൂപ, ഇപ്പോൾ 1000 ആക്കി. ഞാൻ അടച്ചില്ല, സമയത്ത് നടക്കാത്തതുകൊണ്ട് എൻ്റെ മെമ്പർഷിപ്പ് അടക്കം പോയിട്ടുണ്ട്. പിന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ജയകൃഷ്ണൻ എങ്ങനെ മെമ്പർഷിപ്പ് കിട്ടി? എവിടെ? ഈ പറയുന്ന ഗാന്ധി എന്ന് പറയുന്നവൻ എങ്ങനെ മെമ്പർഷിപ്പ് എടുത്തത്? ഈ പറയുന്ന ജയകൃഷ്ണൻ, CV സന്തോഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, PT സോണൻ ഉൾപ്പെടെയുള്ളവർക്ക് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ പാർട്ടി അറിയാഞ്ഞിട്ടാണോ? ഈ പറയുന്ന ഉമേഷ് ഗാന്ധി എന്ന് വിളിക്കുന്ന ഉമേഷിനടക്കം മത്സരിച്ചിട്ടില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ മെമ്പർഷിപ്പ് പുതുക്കിയിട്ട്? ഞാൻ തള്ളിയതുകൊണ്ടാണെങ്കിൽ പിന്നെ ഓന് മെമ്പർഷിപ്പ് ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ഇവരെ ഈ ബാലിശമായ ആരോപണത്തിന് മറുപടി പറയാൻ പോകുന്നില്ല. താങ്കളുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായിരുന്നു രാഹുൽ കായക്കൽ. രാഹുലും PK രാഗേഷും തെറ്റിയത് എങ്ങനെയാണ്? ഞാനുമായിട്ട് തെറ്റിയിട്ടില്ല. അദ്ദേഹം തന്നെ പറയട്ടെ എന്തിനാ തെറ്റിയെന്ന് അദ്ദേഹം പറയണ്ടേ, ഞാനല്ല പറയണ്ടേ. ഞാൻ അദ്ദേഹമായിട്ട് ഇതുവരെ തെറ്റിയിട്ടില്ല. എന്തിനാ തെറ്റിയത്? കടുത്ത വിമർശകനാണ്. ആയിക്കോട്ടെ, എന്താ വിമർശനം? അദ്ദേഹം പറയുന്ന വിമർശനങ്ങൾക്ക് ഏത് വിമർശനത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. PK രാഗേഷിന്റെ പേരിൽ വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ ഏത് ആരോപണത്തിനും വളരെ വ്യക്തവും വളരെ 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 സുതാര്യമായ മറുപടി ഞാൻ താങ്കളുടെ ബാങ്കിന്റെ ഒരു ജീവനക്കാരൻ കൂടിയാണ് അദ്ദേഹം. അത് എൻ്റെ ബാങ്കല്ല, പള്ളിക്കുന്ന് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഭരണസമിതി. നമ്മളുടെ ഒരു ടീം നിലനിർത്തുന്ന ബാങ്ക് ഒരു സഹകരണ സ്ഥാപനമാണ്. സ്വകാര്യ സ്വത്തല്ല, പക്ഷേ സഹകരണ സ്ഥാപനമാണ്. ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കാണ്. അത് വളരെ കൃത്യമായി സഹകരണത്തിലെ എല്ലാ നിയമങ്ങളും അനുശാസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. അതുകൊണ്ടാണ് പലതവണ പിരിച്ചുവിട്ടിട്ടും ഹൈക്കോടതിയും ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തിരിച്ച് ബാങ്ക് നമ്മുടെ കയ്യിലേക്ക് തന്നെ വരുന്നത്. എന്തുകൊണ്ട്? സുതാര്യവും സത്യസന്ധവും നിയമത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് നമ്മുടെ ബാങ്ക്. അതുകൊണ്ട് ആർക്കും അതിനെ തട്ടിയെടുക്കാൻ സാധിക്കില്ല. പല ബാങ്കുകളും പിരിച്ചുവിട്ട് അതുവഴി അതേപോലെ പോകുന്നതിന് പകരം തിരിച്ച് വീണ്ടും നമ്മുടെ കൈകളിലേക്ക് 1900 വോട്ട് ചെയ്തപ്പോൾ വെറും 100 ചില്ലറ വോട്ട് മാത്രമല്ലേ ഈ പറയുന്ന കോൺഗ്രസ് ഔദ്യോഗിക സംവിധാനത്തിന് നേടാൻ പറ്റുള്ളൂ. അതും ഞാൻ തടഞ്ഞതാണോ? ഈ 1700 പേരിൽ 1500 ആൾ നമ്മളോടൊപ്പം ഉണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥ കോൺഗ്രസ് ആർ എവിടെയാണ്? അതെന്തുകൊണ്ട് DCC പരിശോധിക്കുന്നില്ല? അവിടെയാണ് നമ്മുടെ സങ്കടം. അപ്പം നമ്മുടെ പുറത്താക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അല്ലാതെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അകത്തുള്ള വൈകല്യം. PK രാഗേഷ് ഇന്ന് തെറ്റ് ചെയ്തു. പള്ളിക്കുന്നുവെങ്കിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ചെന്ന് വെച്ചോ, ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ ഒന്നിനും കൊള്ളാത്തവരും ആ പ്രദേശത്തുള്ള കോൺഗ്രസ്സുകാർക്ക് സ്വീകാര്യമല്ലാത്ത ഒരു ടീമിനെ വലിച്ച് അവിടെ അടിച്ചേൽപ്പിച്ചാൽ അതിനെതിരെ ജനം പ്രതികരിച്ച അതിൻ്റെ ഉത്തരവാദിത്തം PK രാഗേഷിനല്ല, പാർട്ടിക്കാണ്. തെറ്റ് ചെയ്തവരാണ് തിരുത്തേണ്ടത്. DCC ആണ് തിരുത്തേണ്ടത്. DCC തെറ്റായ ഒരു പാനലിനെ ഇറക്കി. ആ പാനൽ ജനം സ്വീകരിച്ചില്ല, കോൺഗ്രസ്സുകാർ സ്വീകരിച്ചില്ല. അപ്പോൾ എന്താ വേണ്ടേ? തെറ്റ് പറ്റിയ DCC ആണ് തിരുത്തേണ്ടത്, തിരുത്തേണ്ടത്. പകരം PK രാഗേഷിനെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. അതല്ല ചെയ്യേണ്ടത്. അത് ഇനിയെന്നുള്ള കാലവും അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർക്ക് അപ്പോഴേക്കും തിരിച്ചറിവുണ്ടായി. അവർ നല്ല രീതിയിൽ ഒരു പാർട്ടിയെ, കണ്ണൂരിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ലീഡർഷിപ്പാണെങ്കിൽ എല്ലാ കോൺഗ്രസ്സുകാരെയും, എന്നെ മാത്രമല്ല, തളിപ്പറമ്പിൽ കല്ലിങ്കിൽ പത്മനാഭൻ, ഒരുപാട് പേരുണ്ട്. പിന്നെ ജില്ലയിൽ ഇപ്പം മിഞ്ഞാന്ന് ഇവിടെ നമ്മുടെ പരിപാടിക്ക് അധ്യക്ഷം വെച്ച അഡ്വക്കേറ്റ് രവീന്ദ്രൻ, അതുപോലെ തന്നെ ദയാനന്ദൻ മാഷ്, അവരെയൊക്കെ ഈ പാർട്ടിയിൽ കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്തും ഇതുപോലെ മാനസികമായി തളർന്ന് മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ മുന്നോട്ട് പോകാൻ കഴിവില്ലാത്തവരെല്ലാം മാറി നിൽക്കുന്നു. ഞങ്ങളെപ്പോലുള്ളവർ പിടിച്ചു നിന്ന് ഇതിനെതിരെ സഞ്ചരിക്കുന്നു എന്ന് മാത്രം. ഈ അഴിമതിക്കെതിരായ വലിയ രീതിയിലുള്ള ശബ്ദം PK രാഗേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ മറുഭാഗം ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. പിന്നെ എങ്ങനെയാണ് PK രാഗേഷ് വിജിലൻസ് കേസിൽ പ്രതിയായത്? കേസ് എടുത്തത് എന്തുകൊണ്ട് വിജിലൻസ്? താങ്കളുടെ പിന്നാലെയുണ്ട് വിജിലൻസ്. ഈ കാര്യങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ അതിനൊരു മറുപടി താങ്കൾ പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടതും ഇത് ചെയ്യേണ്ടതും വിജിലൻസാണ്. വിജിലൻസ് കേസെടുക്കുക. കേരളത്തിലെ വിജിലൻസിനെ കുറിച്ച് നമുക്കറിയാം. അത് പലപ്പോഴും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസികൾ ED വരുന്നു, മറ്റേത് വരുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഏജൻസികൾ അവർക്കെതിരെ ആരൊക്കെ പ്രവർത്തിക്കുന്നു, വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന അവർക്കൊക്കെ എതിരെ ഉള്ള അന്വേഷണവും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളും നയപരമായുള്ള കാര്യങ്ങളും ഒരാളെ കൊടുക്കാൻ സാധിക്കും. പക്ഷേ എന്നെ ഇതുവരെ അത്തരത്തിൽ ഇവർക്ക് ഈ മിനിറ്റ് വരെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭാഗത്ത് ഞാൻ കൊടുക്കുന്ന കണക്ക് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു. 2000 മുതലാണ് ഞാൻ ഒരു ജനപ്രതിനിധിയായി വന്നുകൊണ്ടിരിക്കുന്നത്. 2000 മുതൽ ഞാൻ വളരെ വ്യക്തമായി എൻ്റെ ആസ്തികളും ബാധ്യതകളും എഴുതി കൊടുത്തിട്ടുണ്ട്. അന്ന് മുതൽ ഓരോ വർഷവും അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ അധികമായുള്ള ആസ്തികളും അധികമായി വരുന്ന ബാധ്യതകളും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു രൂപയുടെ
അധികമായി ഞാൻ സമ്പാദിച്ചത് എവിടെയെങ്കിലും കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർ ഇപ്പോഴും അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. അത് ഒറ്റ കാര്യം, ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ കേസ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരു 20% എബവ് ആയിട്ട് വന്ന കാര്യത്തിൽ മാത്രമല്ലേ അവർക്ക് കേസ് എടുക്കാൻ പറ്റൂ. എവിടെയാ പറഞ്ഞിരിക്കുന്നത് 20% കവിഞ്ഞാൽ കേസെടുക്കാമെന്ന്? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് അവർ ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെ ഒരു ധാരണക്കനുസരിച്ച് പറയുന്നു, ചെയ്യുന്നു എന്നത് മാത്രം. ഞാൻ 1994 മുതൽ അന്നത്തെ കണ്ണൂർ ജില്ലാ ബാങ്കിൽ, ഇന്നത്തെ കേരള ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. 94 മുതൽ ഇന്ന് ഞാൻ മാസത്തിൽ 10,000 രൂപയിലധികം ആദായ നികുതി അടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ പരിശോധിക്കുന്നവർ 2010 മുതൽ 20 വരെയുള്ള ഒരു കാലഘട്ടം മാത്രമാണ് കണക്കാക്കി അവർ എൻ്റെ അസറ്റും എൻ്റെ ബാധ്യതയും കണക്കാക്കുന്നത്. 94 ജോലിക്ക് കയറിയ ഞാൻ 94 മുമ്പേ സ്വയം തൊഴിൽ പദ്ധതി അനുസരിച്ച് ഞാൻ ഒരുപാട് പദ്ധതികൾ, പ്രവർത്തനങ്ങളും ബിസിനസ്സുകളും നടത്തിയിരുന്നു. അന്ന് മുതലുള്ള വരുമാനം, അതോടൊപ്പം തന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ബേക്കറി ഉൽപ്പാദനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട് കണ്ണൂർ ടൗണിനകത്ത്. അന്നൊക്കെ എനിക്ക് ഒരു ചെറിയ തുകയെങ്കിലും വരുമാനം ഉണ്ടാവും. ഇപ്പോൾ ഇവരെടുക്കുന്ന, ഇപ്പോൾ 94 95 ഞാൻ മുള്ളങ്കണ്ടി ഭാഗത്തുള്ള എൻ്റെ സ്ഥാപനം നടത്തിയത്, എൻ്റെ സ്വന്തമായുള്ള വെൽഡിംഗ് ഷോപ്പ്. പിന്നീട് ഞാൻ പഞ്ചായത്ത്, അതുപോലെ തന്നെ മറ്റ് തിരക്കുകൾ വന്നപ്പോഴാണ് അത് അന്യം നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അസറ്റുകളാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ അസറ്റിനകത്ത് കൂട്ടുകയും അന്നത്തെ വരുമാനം കൂട്ടാതിരിക്കുകയും ചെയ്താൽ അത് അവരുടെ കണക്കിനകത്തുള്ള പിടിപ്പുകേടാണ്. അല്ലാതെ ഇപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പാർട്ടി ആഫീസ് എൻ്റെ ഓർമ്മ വെച്ച് 2008 വാങ്ങിയത്, 7 8 വാങ്ങിയത്. ആ 8 കഴിഞ്ഞ് 10 ഞാൻ മത്സരിക്കുമ്പോൾ അതെൻ്റെ അസറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമായി എൻ്റെ അസറ്റിനകത്ത് ഞാൻ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമ്പോൾ എൻ്റെ സ്വന്തമായ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ഓഫീസ് ആയിരുന്നെങ്കിൽ, കോൺഗ്രസിൻ്റെ പണം പിരിച്ചായിരുന്നെങ്കിൽ എൻ്റെ അസറ്റിനകത്ത് ഞാനത് ഉൾപ്പെടുത്തണമല്ലോ. നിങ്ങൾ പറഞ്ഞ 2 സെൻറ്റിൽ 1.37 സെൻറ്റ് സ്ഥലമാണ്. ആ സ്ഥലം എൻ്റെ അസറ്റിൽ ഞാൻ ഉൾപ്പെടുത്തി, ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെയാണ് പാർട്ടി ഓഫീസ് ആകുന്നത്? അങ്ങനെ പിന്നെ എൻ്റെ അസറ്റിൽ കാണിക്കണം, എൻ്റെ വ്യക്തിപരമായ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഞാൻ കൊടുത്തപ്പോൾ ഞാൻ അതിനകത്ത് 60 ലക്ഷം രൂപ എനിക്ക് കടമുള്ളതായി ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെവിടെയും ചർച്ച വന്നില്ലല്ലോ. എൻ്റെ വീട്ടിനെടുത്തത്, എൻ്റെ ഇന്നോവ കാറിനുള്ള ഇത്, അതുപോലെ തന്നെ എൻ്റെ ഓടി, എൻ്റെ CD, 60 ഗോൾഡ് ലോണ്, എന്നുവെച്ചാൽ ഒരു സ്ഥലം എടുക്കാൻ വേണ്ടി എടുത്ത ഗോൾഡ് ലോൺ ഉൾപ്പെടെ 60 ലക്ഷം രൂപയുടെ ലയബിലിറ്റി, ബാധ്യത അതിൻ്റെ തൊട്ട വലത് ഭാഗത്ത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും ഈ വിജിലൻസ് പരിശോധിച്ചിട്ടില്ല. ഇപ്പം കനറ ബാങ്ക് പുതിയൊരു ശാഖയിൽ മാത്രം 6 ലക്ഷം രൂപയുടെ ഗോൾഡ് ലോൺ ഉണ്ട് എനിക്ക്. അതുപോലും ഇവർ കണ്ടെത്തില്ല. പിന്നെ ഇവർ എവിടെ വെച്ചാണ് ഈ 20%? ഇതെന്ന് വെച്ചാൽ വളരെ ബോധപൂർവമായി പൊതുജന മധ്യത്തിൽ എന്നെ താറടിക്കാനും എൻ്റെ രാഷ്ട്രീയപരമായ നിലനിൽപ്പ് പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ വിജിലൻസ് ആണ്, കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി വിജിലൻസ് ഒരു കേസെടുത്തു എന്ന് മാത്രമാണ്. പ്രാഥമികമായി ഒരു FIR ഇട്ടാൽ അത് കേസായി എന്ന് പറയാൻ കഴിയില്ല. ആ കേസെടുത്ത് അവർ പരിശോധിക്കട്ടെ. ഇപ്പോൾ എത്ര ഒരു കൊല്ലം 10 മാസമായി അവർ വന്ന് പരിശോധിച്ചിട്ട് ഇപ്പോഴും ഒരു റിപ്പോർട്ട് പോലും കോടതി കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ അവർക്ക്. എന്താ കൊടുക്കാൻ പറ്റാതെ? ഞാൻ ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ കൊടുത്ത കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെൻറ്റിന് അപ്പുറത്തേക്ക് 1 രൂപയുടെ അധികമായ അസറ്റ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചോ? ഇവർ ഈ 69 രേഖകൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും വലിയ കോടികളുടെ എന്തൊക്കെ. പയ്യാമ്പലത്ത് ഫ്ലാറ്റ് ഉണ്ടോ താങ്കൾ? പയ്യാമ്പലത്തല്ല, പടന്നപ്പാലത്താണ്. പടന്നപ്പാലത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, സിംഗിൾ റൂമുണ്ട്. പള്ളിക്കുന്ന് ബാങ്കിലായിരുന്നു ആദ്യം ലോണ്, 10 ലക്ഷം രൂപ അവിടെ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പിന്നീട് പള്ളിക്കുന്ന് ബാങ്കിൽ ഭാര്യയുടെ പേരിൽ, ഭാര്യയ്ക്ക് അവിടെ ജോലി കിട്ടുമ്പോൾ ഞാൻ ആ ലോണ് നേരെ മാറ്റി എനിക്ക് ജില്ലാ ബാങ്കിലെ എംപ്ലോയി സൊസൈറ്റിയിലേക്ക് ലോൺ മാറ്റി അവിടുന്ന് ലോൺ എടുത്ത് അതടച്ചിട്ടാണ് ഈ ഫ്ലാറ്റ്. ഇപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ ലോണ് കഴിഞ്ഞു. ഇതൊക്കെ എൻ്റെ മാസ ശമ്പളത്തിൽ നിന്നാണ് ഈ ലോണുകളെല്ലാം അടച്ചു പോകുന്നത്. അല്ലാതെ ഞാൻ എവിടെ നിന്നും കൊണ്ടുവന്ന് പുറത്തുനിന്ന് 1 രൂപ, ഈ പറയുന്ന ആസ്തികളുടെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന്, എൻ്റെ ശമ്പളത്തിൽ നിന്നാണ്. അതിന് പുറത്തുനിന്ന് ഞാൻ എവിടെ നിന്നും കൊണ്ടുവന്നൊരു പുതുതായി ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് ഇവർ തെളിയിക്കട്ടെ. ഞാനിപ്പോഴും വിജിലൻസിനെ വെല്ലുവിളിക്കുകയാണ്. വിജിലൻസ് 69 രേഖ കൊണ്ടുപോയതിനകത്ത് ഈ പറയുന്ന അമ്പലവായനത്തെ പാർട്ടി ഓഫീസിൻ്റെ ഒരു രേഖ, മുള്ളങ്കണ്ടി പാലത്ത് എൻ്റെ സ്ഥലത്തിൻ്റെ 1 സെൻറ്റ് സ്ഥലത്തിൻ്റെ, എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെത്, അങ്ങനെ ഒരു 4-5 രേഖ ഒഴിച്ച് പിന്നെ ഞാൻ ഏറ്റവും അവസാനമായി അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ എൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. എൻ്റെ വീട് നിങ്ങൾ വന്ന് നോക്കിയാൽ, നിങ്ങൾ കോടികളുടെ വില മതിക്കുന്നു ഇതെല്ലാം പറയുന്നത്, എൻ്റെ വീട് നിങ്ങൾ ഇപ്പോഴും നാളെ രാവിലെ നിങ്ങൾ വന്നൊന്ന് ഷൂട്ട് ചെയ്യണം. എന്നുവെച്ചാൽ ഇത്രയും കോടികൾ ഞാൻ കട്ടുണ്ടാക്കി എന്ന് പറയുന്ന ആരോപിക്കപ്പെടുന്ന എൻ്റെ വീടിൻ്റെ സൗകര്യങ്ങൾ ഒന്ന് വന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ എടുത്ത് കണ്ണൂരിലെ വേറെ ഒരു ജോലിയുമില്ലാത്ത സാധാരണ രാഷ്ട്രീയക്കാരൻ്റെ 4-5 വീടുകളൊന്ന് പരിശോധിച്ച്, നിങ്ങളെപ്പോലത്തെ
അതായത് സ്വതന്ത്രമായ അന്വേഷണം നടത്തുന്ന ദൃശ്യമാധ്യമ സുഹൃത്തുക്കളാണ് നോക്കേണ്ടത്. എൻ്റെ വീടിൻ്റെ ഇന്നത്തെ അവസ്ഥയും കണ്ണൂരിൽ ഒരു ജോലിയുമില്ലാത്ത കുറേ നേതാക്കന്മാരുടെ വീടുകളും എടുത്തൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. മാസത്തിൽ കൃത്യമായി വരുമാനമുള്ള, ഇപ്പോഴും എൻ്റെ വീട് പൂർത്തിയായിട്ടില്ല. ആ വീട് അടുത്ത 2 വർഷം കൊണ്ട് ഞാൻ റിട്ടയർ ചെയ്യുന്ന, അതിനു മുമ്പ് ആ വീടിൻ്റെ പണി പരിപൂർണമായി പൂർത്തിയാക്കണമെന്നൊരാഗ്രഹം കൊണ്ട് 12 ലക്ഷം രൂപ ഞാൻ PF-ൽ നിന്ന് ലോൺ എടുത്തു. അതോടൊപ്പം ഞാനൊരു KSF ചേർന്നിരുന്നു. ആ KSF-യുടെ 10 ലക്ഷം കിട്ടി. അങ്ങനെ 22 ലക്ഷം രൂപ കിട്ടിയപ്പോൾ അതിനകത്ത് അല്ലറ ചില്ലറ കുറേ ചെറിയ ചെറിയ കടങ്ങളുണ്ട്. ആ കടങ്ങളെല്ലാം വീടി ബാക്കി 16 ലക്ഷം രൂപയുടെ FD പള്ളിക്കുന്ന് ബാങ്കിൽ ഭാര്യയുടെ പേരിൽ കിട്ടിയിട്ടുണ്ട്. ഈ റെസീറ്റ് ഒഴിച്ച് വേറെ എന്തെങ്കിലും, അത് കൃത്യമായി തെളിവുണ്ടല്ലോ. PF ലോൺ എടുത്തത് കേരള ബാങ്കിലാണ്, നിങ്ങൾക്ക് നാളെ പോയി പരിശോധിക്കാം. 12 ലക്ഷം രൂപ, 11 ലക്ഷത്തി സംതിങ് ആണ് ലോൺ കിട്ടിയതെന്ന് എൻ്റെ ഓർമ്മ. അതും KSF മട്ടന്നൂർ ശാഖയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ KSF അവിടെ നിന്ന് പിടിച്ച 10 ലക്ഷം രൂപയും 12 ലക്ഷത്തിൻ്റെത് 10 ലക്ഷമാണ് കിട്ടിയത്. ഇതിനപ്പുറത്തേക്കുള്ളൊരു വരുമാനം എന്തെങ്കിലും എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ. ഞാൻ അപ്പോഴും പറയുന്നത് അന്ന് വന്ന ഉദ്യോഗസ്ഥൻ. പിന്നെ ബാക്കി അന്ന് കൊണ്ടുപോയ ബില്ലെന്താണ്? പിന്നെ ജനശ്രീയുടെ 2 പാസ് പുസ്തകങ്ങൾ, പിന്നെ ഞാൻ 15 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ വീട്ടിൻ്റെ കുറച്ച് ലൈറ്റിൻ്റെ സാധനങ്ങൾ, ചട്ടി, ഞാൻ പറഞ്ഞ ക്ലോസറ്റ്, ഇത്തരം കുറേ ബില്ലുകൾ, അതായത് ഇലക്ട്രിക്കിൻ്റെ ബില്ലുകൾ, ഇങ്ങനെ കുറേ ബില്ലുകളും കാര്യങ്ങളും എടുത്തു കൊണ്ടുപോയിട്ട് ഇത് രേഖകൾ എന്ന് പറയുമ്പോൾ പൊതുജനം വിചാരിക്കുക ഇത് ഭയങ്കരമായി എന്തൊക്കെയോ ഭയങ്കര രേഖ. ഒരു രേഖയുമില്ല. എൻ്റെ 4-5 ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ വീട്ടിൻ്റെ രേഖ, പിന്നെ ബാക്കി കുറേ ബില്ലുകൾ, കുറേ നമ്മളെ ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, പള്ളിക്കുന്ന് ബാങ്കിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ്, AKG ആശുപത്രിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ കൊണ്ടുപോയ 2-3 ചെക്കുകളാണ്. ചെക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പൊതുപ്രവർത്തകനല്ലേ. ഇപ്പോൾ മനോജുമായി ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കും, മധ്യസ്ഥം പറയും, ഇത്രാം തീയതി കൊടുക്കുക, ചെക്ക് വാങ്ങിച്ചു കൊടുക്കും. അത് അങ്ങനെ ഒരു 2-3 ചെക്കുകൾ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു രേഖയും എൻ്റെ അടുത്ത് പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ കൊടുക്കുന്ന 2000 മുതൽ 2020 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വരെ ഞാൻ കൊടുത്ത കണക്കുകളല്ലാതെ ആ കണക്കിനപ്പുറത്തുള്ള ഒരു രൂപയുടെ ഒരു കാര്യങ്ങളും ഈ വിജിലൻസിന് രാവിലെ 6 മണിക്ക് വന്ന് രാത്രി 11 മണി വരെ പരിശോധിച്ചിട്ടും ഒരു സാധനം എൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അവരുടെ ആകെ ഉണ്ടായ ഒരു സംശയം എന്താ വെച്ചാൽ, അവർ പരിശോധനയ്ക്ക് വരാനുണ്ടായ ആദ്യത്തെ ഘട്ടത്തിൽ എനിക്കൊരു ജോലിയില്ലാതെ നടക്കുന്ന ഒരാളാണ് ഈ വിജിലൻസിൻ്റെ ആദ്യത്തെ ധാരണ. പിന്നീടാണ് എനിക്ക് ബാങ്ക് പണിയുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നവർ. പിന്നെ 1 കോടി രൂപയുടെ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 1 കോടി രൂപയിലധികമുള്ള നമ്മുടെ സ്ഥാപനം പൂട്ടി. എന്താണ് അത്? ഞങ്ങളെ 20 സുഹൃത്തുക്കൾ കൂടി ചേർന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്ന് എൻ്റെ ധാരണ. അത് ഈ ഒരാളത് മാത്രമല്ലല്ലോ. അപ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സ് 20 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ചെയർമാൻ ഞാനാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലൂടെ, എൻ്റെ പേരിലൂടെയാണ് ഈ തുക മുഴുവൻ വരുന്നത്. 1 കോടി രൂപയോളം സിൻഡിക്കേറ്റ് ബാങ്കിൽ ഈ ഷെയർ, ഓരോ ആളുടെയും 5 ലക്ഷത്തിൻ്റെ ഷെയർ വന്നിട്ടുണ്ട്. ഈ 1 കോടി എവരിന്ന് സമ്പാദിച്ചു എന്നതാണ് ഇവർ ആദ്യം പരിശോധിച്ചത്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, ഇത് 20 പേരുടെ 5 ലക്ഷം രൂപ മാത്രമാണ്, ഇതിലപ്പുറത്തേക്ക് എൻ്റേതായിട്ടൊന്നുമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ശരിക്ക് അന്ന് കൃത്യമായും സത്യസന്ധമായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ അന്നേ ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് അവർ ഈ പറയുന്ന 20% കൂടുതൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ഓഡി അക്കൗണ്ടാണ്. നമ്മളെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഓഡി അക്കൗണ്ട് ഓവർ ഡ്രാഫ്റ്റാണ്. അതിൽ 5 ലക്ഷം രൂപ വരെ നമുക്ക് എപ്പോൾ എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് വരികയും പോവുകയും ചെയ്യുന്ന പൈസയൊക്കെ ഇവർ ഇപ്പം വളരെ ചുരുക്കി ഞാൻ പറയാം, നിങ്ങളെടുക്കുന്ന 1 ലക്ഷം രൂപ ഞാനൊക്കെ അത്യാവശ്യത്തിന് കടം വാങ്ങിച്ചു, എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ ഇട്ടാന്നു, ഞാനത് തിരിച്ച് മനോജിന് തന്നാൽ അവരുടെ കണക്ക് പ്രകാരം 2 ലക്ഷമായി. 1 ലക്ഷം എൻ്റെ വരവായി, 1 ലക്ഷം നിങ്ങൾക്ക് തന്നത് ചിലവായി, അപ്പോൾ 2ആയി. ഇതാണ് അവരുടെ കണക്ക്. അത് ഏത് അക്കൗണ്ടാണ്, ഏത് പ്രിൻസിപ്പിളാണ്, പിന്നെ ത്രിബിൾ കോളംഗേഷൻ്റെ കണക്കാണോ, ഏത് അക്കൗണ്ടിങ് സിസ്റ്റമാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് അവർക്ക് മനസ്സിലായി. എൻ്റെ അക്കൗണ്ടിലൂടെ 19 ലക്ഷം റുപ്യ വരികയും പോവുകയും ചെയ്തത്. അത് അത്യാവശ്യം ആരും ചോദിച്ചാൽ നമ്മൾ 5. പിന്നെ നമുക്ക് ഈ ഓഡി അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് അത് എപ്പം വേണം ക്ലോസ് ചെയ്യാം. 5 ലക്ഷം രൂപ ഇവിടെ ഓടി ഇന്ന് നമുക്ക് ക്ലോസ് ചെയ്താൽ ആ ഈ 5 ലക്ഷം രൂപയ്ക്ക് എഗെയിൻസ്റ്റായി നമ്മളൊരു RD തുടങ്ങും. അപ്പോൾ RDയിൽ ഒരു 60,000 റുപ്യ ഡെപ്പോസിറ്റ് വന്നെങ്കിൽ ഈ 5 ക്ലോസ് ചെയ്ത് 60,000 റുപ്യ നമുക്ക് അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം പിന്നീട്. അപ്പോൾ ഇത് ഈ 5 ലക്ഷം ക്ലോസ് ചെയ്യണമെങ്കിൽ ആദ്യം ക്ലോസ് ചെയ്താൽ ഈ 60 ഇതിന് സപ്പോർട്ടിങ്, ഇതിന് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് തുടങ്ങുന്നതാണ് ഈ RD എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ലക്ഷം ക്ലോസ് ചെയ്യാൻ ഞാൻ മനോജിനോട് ഒരു 5 ലക്ഷം കടം വാങ്ങിച്ചു, അത് ക്ലോസ് ചെയ്ത് അതേ ദിവസം പുതിയ ഓടി തുടങ്ങി, വീണ്ടും 5 ലക്ഷം, 5 ലക്ഷത്തിൻ്റെ പുതിയ ഓടി. അപ്പോൾ 5 ലക്ഷം നിങ്ങളിൽ നിന്ന് ഞാൻ കടം വാങ്ങിയില്ലേ, അത് നിങ്ങൾക്ക് തിരിച്ച് ഇത് ക്ലോസ് ചെയ്തപാട് നിങ്ങൾ ഓപ്പൺ ചെയ്തപാട് ഈ 5 ലക്ഷം തന്നെ വിഡ്രോ നിങ്ങൾക്ക് തന്നു. അപ്പോൾ 10 ലക്ഷം ആയില്ലേ. അപ്പോൾ ഇങ്ങനെ 10 ലക്ഷത്തിൻ്റെ വരവായി അവർ കണക്ക് കൂട്ടുന്നു. അതേസമയം ഈ 5 ലക്ഷത്തിന് 5 ലക്ഷം നിങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ചു, ഇത് ക്ലോസ് ചെയ്തു, തൊട്ടടുത്ത ദിവസം പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 5 ലക്ഷം നിങ്ങൾക്ക് തിരിച്ചു തന്നു. സംഭവം നില്ലല്ലേ, 0 ആണ്. 1 റുപ്യ എൻ്റെ കയ്യിലില്ല, 1 രൂപ പുതുതായി ഇല്ല. പക്ഷേ എനിക്ക് ലാഭം എന്താണ്?
ഇതിന് സെക്യൂരിറ്റിയായി ഞാൻ വെച്ച 60,000 ഒരു ലക്ഷം രൂപയോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി വെക്കുന്ന ഓരോ മാസവും എൻ്റെ ശമ്പളം പിടിക്കുന്ന 1000 രൂപയോ 5000 രൂപ വെച്ച് 50,000 രൂപയുണ്ട്. ഈ 50,000 രൂപ എനിക്ക് ഫ്രീ ആയി എൻ്റെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഞാനത് തിരിച്ചെടുക്കുന്നു. പക്ഷേ അവിടെ ഓടി എന്ന് പറയുന്ന 5 ലക്ഷം തന്നെയാണ്. പക്ഷേ ആ 5 ലക്ഷം കടം വാങ്ങിയത് കൂടി എൻ്റെ വരവായി കണക്കാക്കി ഇവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കണക്ക് അവർക്കറിയില്ല, അവർ പഠിക്കട്ടെ. അതാണ് ഇവർ പറയുന്നത് 10-20 ലക്ഷം കൂടുതലുണ്ട് എന്ന് പറയുന്നത് അതായിരിക്കാം. അതുപോലെ തന്നെ എൻ്റെ 94 മുതലുള്ള എൻ്റെ വരവ് അവർ കണക്കിലെടുക്കുന്നില്ല. ഇതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മറ്റ് പല കാര്യങ്ങളും താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രചരണം എന്നെ ഇപ്പോൾ ഇന്നലെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഇപ്പോൾ ഈ പരിപാടിക്ക് വന്ന കുട്ടിയുടെ സ്കൂട്ടർ കത്തിച്ചു. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടത് PK രാഗേഷ് തന്നെ കത്തിച്ചു. എന്നിട്ട് PK രാഗേഷ് തന്നെ പുതിയ വണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ കത്തിച്ചു. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. പോലീസ് വേണ്ട രീതിയിൽ അത് അന്വേഷണം നടത്തുന്നില്ല എന്നാണ് എൻ്റെ പരാതി. എന്നുവെച്ചാൽ ആ ഭാഗത്ത് ഈ PK രാഗേഷിന്റെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നവരുടെ ഒക്കെ സ്കൂട്ടറും വാഹനങ്ങളും ഇങ്ങനെ കത്തുകയാണ്. അതെന്താണ് അതിന്റെ മാജിക്? അത് അവിടെയുള്ള ആളുകളുടെ എന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന ഒരു ഇതിനായി ജന്മം കൊണ്ട കുറച്ച് ആളുകളുണ്ട്. PK രാഗേഷിനെയും ടീമിനെയും എങ്ങനെയും തറ പറ്റിക്കണം. പക്ഷേ പ്രകൃതിയും ദൈവവും നമ്മളെ ആ രൂപത്തിലേക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അവിടെ ഇതിനായി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. പോലീസ് നിഷ്പക്ഷം. ഇത് മാത്രമല്ല, പയ്യാമ്പല ശ്മശാനം കളിച്ചു കോരിയപ്പോൾ അതിലും പേര് എൻ്റെതായിരുന്നു. പോലീസ് അന്ന് യഥാർത്ഥമായി അന്വേഷണം നടത്തി അന്ന് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയില്ല. അതുവരെ അതിൽ പ്രതി ഞാനായിരുന്നു. പയ്യാമ്പല ശ്മശാനത്തെ എല്ലാ സ്തൂപങ്ങളും അടിച്ചു പൊളിച്ച് ഭൂമിക്കടിയിലേക്ക് വലിയ കുഴിയെടുത്തിട്ടത് ഞാനാണ് എന്ന് ആണ് ആദ്യത്തെ പ്രചരണം. എല്ലാവരും അത് വിശ്വസിച്ചു. പിന്നീട് പോലീസ് വളരെ കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്നെ ഇതുപോലെ എൻ്റെ പുറകിലെ ഇതുപോലെ വരാൻ തുടങ്ങി കുറേയായി. പല രീതിയിലുള്ള ഈ സൽന എന്നുള്ള അവരുടെ ഈ സ്കൂട്ടർ കത്തിച്ചതിൽ ഒരു സംശയം. അതിൽ അവർ ഒരാളെ കാണിക്കുന്നുണ്ട്, കണ്ണൻ, നിജിൽ കണ്ണൻ എന്ന ആളെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇതാ കണ്ണൻ അതാ അവിടെ വന്ന് ഏതെങ്കിലും ഒരാൾ ഒരു സ്കൂട്ടർ കത്തിച്ച് ആ കത്തി അവിടെ അത് കത്തിത്തീരുന്നത് വരെ ഒരു പ്രതി അവിടെ നിൽക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. കത്തിത്തീരുന്നില്ല. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കണ്ണൻ എന്ന് പറയുന്നത് അമിതമായ ലഹരിയിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്കൂട്ടർ 20 മീറ്റർ 20-30 മീറ്റർ അപ്പുറത്താണ് ഒന്നാമത്തെ സ്കൂട്ടർ ഉള്ളത്. ആ സ്കൂട്ടർ തീ കൊടുത്ത് കത്തിപ്പിടിച്ചതിന് ശേഷമാണ് വരുന്ന വഴിയിലാണ് രണ്ടാമത്തെ സ്കൂട്ടർ തീ കൊടുക്കുന്നത്. അപ്പോൾ ആ സ്കൂട്ടർ കത്തിയ പുക അവരെ വീട്ടിലേക്ക് അടിക്കുമ്പോൾ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ സ്കൂട്ടറിന് തീ വെച്ച് രണ്ടാമത്തെ സ്കൂട്ടറിൻ്റെ അടുത്താണ് ഈ കാണിക്കുന്ന രംഗം. അപ്പോൾ രണ്ടാമത്തെ സ്കൂട്ടർ തീ വെച്ച് പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. അതുകൂടാതെ അതിനകത്തേക്ക് ഈ പറയുന്ന ആ പരിസരത്തുള്ളവർക്കല്ലാതെ വേറെ പുറത്തുനിന്ന് ഒരു കുട്ടിക്ക് അതിനകത്തേക്ക് കയറക്കാൻ പറ്റില്ല. നിങ്ങൾ ആ പരിസരം പരിശോധിച്ചാൽ മനസ്സിലാവും. എന്നുവെച്ചാൽ ആ പോകുന്ന വഴിയിൽ ക്യാമറയുണ്ട്. ക്യാമറയിൽ അതിന് 15 മിനിറ്റ് മുമ്പേ ഇവൻ അവിടെ നിന്നിട്ട് ഫോൺ വിളിക്കുന്ന രംഗം അവിടുത്തെ ക്യാമറയിലുണ്ട്. തൊട്ടടുത്ത അയൽവാസിയാണല്ലോ, സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ. എവിടെ? റോഡിലാണോ? റോഡിലല്ല. രാത്രി 12:30 മണിക്ക് അയൽവാസി റോഡിൽ എന്തിന്? ഞാൻ ചോദിക്കുന്നത്, രാത്രി 12:30 മണിക്ക് റോഡിൽ എന്താ ജോലി? അതുകൂടാതെ അദ്ദേഹം വീട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ അദ്ദേഹം ഈ സ്ഥലം പറഞ്ഞത് മുഖവിലക്കെടുത്താൽ അദ്ദേഹം ഇട്ട ഡ്രസ്സിനകത്ത് നമ്മൾ സാധാരണ ഇപ്പോൾ എനിക്ക് എൻ്റെ ടവല് ഇവിടെയുണ്ട്, ടവല് നമ്മളെടുത്തുണ്ടാവും. അതുപോലെ ഈ ടവൽ ഉൾപ്പെടെ കുത്തിവെച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. ഒരു അനിഷ്ട സംഭവം നടന്നാൽ വീട്ടിൽ നിന്ന് ഓടി വരുമ്പോൾ നമ്മൾ മുണ്ടലെടുത്തെടുത്ത് ടവലൊന്നും കെട്ടിയില്ല വരുമോ? അപ്പോൾ ഇദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കട്ടെ, പോലീസാണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകളും എല്ലാം പരിശോധിക്കേണ്ട പോലീസാണ്. പോലീസ് പരിശോധിച്ചാൽ അതല്ല, ആരാണ് യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരട്ടെ. പോലീസിന് എല്ലാ സംവിധാനങ്ങളും അന്വേഷിക്കാനുള്ള വളരെ കഴിവുറ്റ പോലീസാണ് ഇപ്പോൾ ഉള്ളത്. PK രാഗേഷിന്റെ ഈ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ഭാഗമാണോ? ഒരിക്കലുമല്ല. സലിനെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ പ്രവർത്തകയാണ്, CPM-ന്റെ പഴയ സ്ഥാനാർത്ഥിയാണ്. ഇപ്പോഴും അവരത് തന്നെയാണ്. നിങ്ങൾ CPM ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ആളാണോ? എന്നോട് ഇപ്പോൾ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ഭാഗമാണോ? അല്ലല്ലോ. അല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത്? നിങ്ങൾ ദൃശ്യമാധ്യമത്തിൻ്റെ ഇതിൻ്റെ വക്താവായതുകൊണ്ടല്ലേ. അതുപോലെ തന്നെ അവൾ യൂട്യൂബർ, പല പരിപാടികളും ഇത് ചെയ്യുന്നു. അങ്ങനെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അന്നത്തെ ദിവസം നമ്മുടെ പരിപാടി കവർ ചെയ്യാൻ അവർ വന്നിരുന്നു. നിങ്ങളുടെ ഒരു ആളല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ എന്തിന് സ്കൂട്ടർ വാങ്ങി കൊടുക്കാം എന്ന് പറയുന്നു? അതിനകത്ത് വളരെ വ്യക്തമായി, കാരണം ഞങ്ങളല്ല കൊടുക്കുന്നത്, PK രാഗേഷ് കൊടുക്കുന്ന കമ്മിറ്റി, അതായത് അയ്യപ്പ സേവാ സമിതിയാണ്. അയ്യപ്പ സേവാ സമിതിയെ സംബന്ധിച്ചിടത്തോളം അവരെ അയ്യപ്പ സേവാ സമിതിയുടെ ഒരു സജീവ പ്രവർത്തകയാണ് ഇവള്.
എന്നുവെച്ചാൽ അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ ഉത്സവം നടത്താൻ, ഉത്സവം ഇല്ലാതാക്കാൻ വേണ്ടി ഭഗീരമായി പ്രവർത്തിച്ച ഒരു വിഭാഗം അവിടെയുണ്ട്. അവർക്കെതിരെ വളരെ ശക്തമായി യഥാർത്ഥമായ വസ്തുതകൾ പൊതുജന മധ്യത്തിലേക്ക്, ഭക്തന്മാരുടെ മനസ്സിലേക്ക് എത്തിച്ചത് ഇവരുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ശിവത്തിൽ അനൂപ് എന്ന് പറയുന്ന ഇങ്ങനെ 2-3 മീഡിയാസാണ്. അത് വളരെ വളരെ എഫക്റ്റീവായി ആ പ്രദേശത്ത് നിലനിന്നു. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പ്രതിയോഗികളുടെ മനസ്സിനകത്തുണ്ട്. ഇവളൊക്കെയാണ് ഞങ്ങൾക്കെതിരെ ഇത്തരം പ്രചരണം നടത്തിയത്. അപ്പം അതിൽ നിന്നുള്ള ഭയമാണ് ഇവൾ ഈ തരത്തിൽ ചെയ്തത്. അല്ലാതെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. PK രാഗേഷോ ഐക്യജനാധിപത്യ സംരക്ഷണ സമിതി സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കുന്നില്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയ്യപ്പ സേവാ സമിതിയുടെ ഒരു പ്രവർത്തകയാണ് അവൾ. അപ്പോൾ അയ്യപ്പ സേവാ സമിതി 2 സ്കൂട്ടറും വാങ്ങിക്കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു വാങ്ങിക്കൊടുക്കുന്നു എന്നല്ല പറഞ്ഞു, ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഞാനോ എൻ്റെ നേതൃത്വത്തിലോ അല്ല, അത് അവിടുത്തെ പ്രാദേശികമായുള്ള ആളുകളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അവരെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ ജീവനോപാധിയാണ്. സലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിത്യജീവിതം നടത്താൻ വേണ്ടി കളക്ഷന് പോകാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അത് 1-2 മാസം ഇതില്ലെങ്കിൽ സാധാരണ നിങ്ങൾക്കറിയാലോ, ജോലിക്ക് പോകാൻ കഴിയില്ല. ഭർത്താവിന് എന്താ ജോലി എന്ന് പോലും എനിക്കറിയില്ല. ഭർത്താവ് ഉപയോഗിക്കുന്ന വാഹനമാണ്. അപ്പോൾ രണ്ടും ഇല്ലാതെ ആ കുടുംബം പട്ടിണിയിലാവാൻ പാടില്ല. അതുകൊണ്ട് അവരോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ ഒരുപോലെ തീരുമാനമെടുത്ത തളാപ്പിൽ താങ്കളെ ഇങ്ങനെ തടഞ്ഞു വെച്ചു എന്നുള്ള രീതിയിലുള്ള മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായും അതിനും മറുപടി ഉണ്ടാവുമല്ലോ. തീർച്ചയായും 2015 ഞാനിത് ഇപ്പോഴല്ല, 2015 പ്രതീക്ഷിച്ചതാണ്. എന്നുവെച്ചാൽ ആദ്യം കള്ളനാണ്, കട്ടിട്ടുണ്ട്, അഴിമതി നടത്തിയിട്ടുണ്ട്, ഇങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങളും നിരന്തരമായി എനിക്കെതിരെ ആക്ഷേപിക്കുന്നവർ. ഇനി അടുത്ത, ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയും അതോടൊപ്പം എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരോട് സുഹൃത്തുക്കളോടും പറയുന്നത്, പല രീതിയിലുള്ള ആരോപണങ്ങൾ വരും. ഏത് ആരോപണത്തെയും നമുക്ക് കൃത്യമായി പ്രതിരോധിക്കാം. ഇത്തരത്തിലുള്ള പെൺവിഷയങ്ങളല്ല മറ്റു വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രതിരോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് സമയവും നമുക്കെതിരെ വരാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്നെ ഈ കാര്യത്തിനകത്ത് വിശ്വസിക്കേണ്ടത് എൻ്റെ സ്വന്തം ഭാര്യയാണ്. ഭാര്യയ്ക്ക് അതിനകത്ത് 0.00% പോലും സംശയമില്ല. പിന്നെ അവിടെ ഞാൻ വന്നത് എന്തിനാണ് എന്ന് അതിൻ്റെ വീട്ടുകാർക്കും അതോടൊപ്പം തന്നെ ഞാൻ പോയതും എൻ്റെ എല്ലാവർക്കും അറിയാം. അവിടെ അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടെത്തി എന്ന് ഇവർ പറയുന്നു. എന്തൊക്കെയോ ഇവർ എന്നെക്കെതിരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അവരെ പിടിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചോദിക്കുന്നു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ കൂട്ടി എവിടെയും പോകാൻ പാടില്ലേ? മറ്റൊന്നും കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ സുതാര്യമായ, എൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ എങ്ങനെയൊക്കെ ജനമധ്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? ഇതൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന പല ആളുകളുണ്ട്. നമ്മൾ ആർക്കെതിരെയും പോകാറില്ല. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയാണ്, ആ വ്യക്തിയുടെ ജീവിത സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിൽ പോലും കടന്നു കയറിയിട്ടും ഞങ്ങൾ എന്താ ഒന്നും പറയാത്തത്? ഇവരിൽ നിന്ന്, ഈ സംസ്കാര ശൂന്യരായ ഇവരിൽ നിന്ന് ഇതിനപ്പുറവും 10 വർഷം മുമ്പേ പ്രതീക്ഷിച്ച ഒരാളാണ് ഞാൻ. അത് വളരെ വൈകിയ വന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ അത്തരത്തിൽ ഒരു കറകളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്ന ഒരു പാർട്ടിയുടെ വീണ്ടും അപ്പീൽ നൽകി താങ്കൾ എന്തിന് കാത്തിരിക്കും? ഞാൻ ഈ പറയുന്ന ഈ പാർട്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന 4-5 വ്യക്തികളല്ല. പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ജനാധിപത്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ കൗൺസിലിൽ ഇത് വന്നപ്പോൾ, PM ശ്രീക്കെതിരെ വന്നപ്പോൾ ഞാൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞല്ലോ. എന്താണ്? ജനാധിപത്യത്തിൽ നമ്മുടെ മഹാത്മജി മുതൽ അല്ലെങ്കിൽ നെഹ്റുജി മുതൽ സ്വാതന്ത്ര്യ സമരം മുതൽ ഉണ്ടായ നമ്മുടെ സംസ്കാരം, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ജനാധിപത്യം വേണം. എനിക്കും മനോജിനും നാളെയും ഇതുപോലെ ഇരുന്ന് സ്വതന്ത്രമായി സംസാരിക്കാനുള്ള ഒരു സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കണം. ആ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ആവശ്യമാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും തകർന്നുകൂടാ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് കടന്നു വരുന്ന ചില ഛിദ്രശക്തികളെ മാറ്റി നിർത്തുക എന്നതാണ് നമ്മൾ. അത്തരം ആളുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ താങ്കൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അത്തരം ആളുകൾ എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്, ഒരു പ്രതിഭാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എന്താ പറയുക, നിതാന്തമായി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിരോധ ശക്തിയും അതുപോലെ തന്നെ നമ്മളെ ഒരു ആത്മാഭിമാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാത്തിടത്തോളം കാലം ഏതിനെയും പൊരുതി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നുവെച്ചാൽ അസാധ്യമായതൊന്നും തന്നെയില്ല. എന്തൊക്കെ പ്രതിരോധങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നതാണ് നമ്മളെ. ഞാനൊന്ന് പറഞ്ഞു നിർത്തുന്നുണ്ട്, അത് നമ്മളെ സംബന്ധിച്ചോളം സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവർ 4-5 പേർക്ക് ചേർന്ന് നമ്മളെ ഒന്നുമല്ലാതാക്കാൻ കഴിഞ്ഞ 2012 മുതൽ എന്നെ വേട്ടയാടാൻ തുടങ്ങിയതാണ്. 2015 വേട്ടയാടി. എന്ത് സംഭവിച്ചു? ഇവരൊക്കെ പ്രതിരോധിച്ചിട്ടും
ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഞാൻ സ്വതന്ത്രമായി മത്സരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും കണ്ണൂർ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറോ മറ്റൊന്നും ആവുമായിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഡെപ്യൂട്ടി മേയർ ആവില്ല, ഒരു സാധാരണ കൗൺസിലറാവും. ഇപ്പോഴും 2020 എനിക്ക് മേയറാകാനുള്ള സാധ്യത ഉണ്ടായിട്ടും എനിക്ക് തന്നിട്ടില്ല. ഇനി 25 തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും എന്നെ മേയറോ അല്ലെങ്കിൽ എന്നെ വേറെ എന്തെങ്കിലും ആക്കുന്നുള്ള പ്രതീക്ഷയിലല്ല, സ്ഥാനം ആഗ്രഹിച്ചത് കൊണ്ടല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട്ടിൽ എന്നും ജീവിക്കണം. അത് എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാർ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. എൻ്റെ മണ്ഡലത്തിനകത്തുണ്ട്, കോർപ്പറേഷനകത്തുണ്ട്, ജില്ലക്കകത്തുണ്ട്. അവരൊക്കെ സമാന ചിന്താഗതിക്കാരാണ്. ഈ 5-10 നേതാക്കന്മാർ വിചാരിച്ചാൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പാർട്ടി. ആ പാർട്ടിയുടെ ആശയങ്ങൾക്കാണ് നമ്മൾ വില. ഇപ്പോൾ വലിയ അതുകൊണ്ടാണ് ഇതിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. വലിയ വിവാദമായിട്ടുള്ള ഒറ്റൊരു കാര്യം കൂടി നമുക്ക് ചോദിച്ചത് നമുക്ക് അവസാനിപ്പിക്കാം. ഈ മരക്കാർകണ്ടിയിലെ ഈ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് വരികയാണ്, 140 കോടി രൂപയുടെ പദ്ധതി. അതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് CPM ജില്ലാ സെക്രട്ടറി പറയുന്നു. താങ്കൾ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു കൗൺസിലർ എന്ന നിലയിൽ കൂടി അതിൽ എന്തെങ്കിലും ഈ മേയർ പണം വാങ്ങി എന്നാണല്ലോ ആരോപണം, അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ട്? പണം വാങ്ങിയോ എന്താന്നുള്ളത് അറിയില്ല. എന്തായാലും ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വളരെ കൃത്യമായി പരിശോധിക്കപ്പെടണം. എന്താണെന്ന് വെച്ചാൽ അത് വരാൻ പോകുന്ന 5 വർഷം കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ വർഷം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എത്ര 150 കോടിയല്ലേ പറഞ്ഞത്? 140 കോടിയിൽ 25 കോടിയുടെ പ്രൊജക്റ്റാണ് ഇപ്പം വന്നത്. അത് ക്രമേണ അവർ പ്രൊജക്റ്റ് തയ്യാറാക്കി തന്നതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റൂ. അത് പിന്നെ നമ്മുടെ ചേലോട് ട്രെഞ്ചിങ് FSTPയുടെ പോലെയാണ്. ഇപ്പം നാളെ വീണ്ടും അടിയന്തര കൗൺസിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇത് പലപ്പോഴും പെട്ടെന്നാണ് കൗൺസിലിലേക്ക് പല അജണ്ടകളും വരുന്നത്. നമുക്കിത് കൃത്യമായി പരിശോധിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ മാറ്റിവെക്കില്ല, ഭൂരിപക്ഷത്തിൽ അത് പാസ്സാക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ നാളെ വീണ്ടും അടിയന്തര കൗൺസിൽ വന്നത്, ഇന്നലെ ഇതുപോലുള്ള ഒരു അജണ്ട വന്നു. ചേലോര ട്രെഞ്ചിങ് റോഡ് എന്താണെന്ന് പോലും എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തോ സാധനം വന്ന കോടികളുടെ 1 കോടിയുടെ ഒരു സാധനം വാങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നലെ വന്നപ്പോഴാണ് 52 സപ്ലിമെൻ്റ് അജണ്ട കിട്ടിയത്. അതിനകത്തൊന്നാണ് അത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞത്. മാറ്റിവെച്ചത് എന്തുകൊണ്ടാണ്? ഞങ്ങളോടുള്ള ബഹുമാനം കൊണ്ടോ ഞങ്ങൾ മാറ്റണം ആ ഒറ്റ കാരണം കൊണ്ട് മാറ്റി. വീണ്ടും നാളെ അടിയന്തര കൗൺസിലായി വന്ന് നാളെ ഞാൻ ഇതിനെ എതിർത്താലും ഇത് നാളെ പാസ്സാവും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുപോലെ തന്നെ ഇന്നലത്തെ കൗൺസിലിനകത്ത് മെയിൻ അജണ്ടക്കകത്ത് ഇതുപോലുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ, അതായത് ഇപ്പോൾ അവിടുത്തെ ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിനകത്ത് പിന്നെ ഒരു സ്വകാര്യ വ്യക്തിക്ക് കരാർ കൊടുത്ത സ്ഥാപനത്തിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങാനുള്ള പ്രൊജക്റ്റ് ഇന്നലത്തെ കൗൺസിൽ പാസ്സായി പോയിട്ടുണ്ട്. അത് പരിപൂർണമായി പരിശോധിക്കാനുള്ള സാവകാശം ലഭിച്ചിട്ടില്ല. ബെയിലിംഗ് മെഷീൻ എന്തിനാണ്? അവിടെ പ്ലാസ്റ്റിക് എടുക്കുന്നതിന് വീടുകളിൽ നിന്ന് 50 രൂപ വെച്ച് കളക്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ബെയിലിംഗ് മെഷീൻ വാങ്ങിച്ച് അത് കൊണ്ടുവന്ന്. അതെന്താ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്? ഹരിതകർമ്മസേനയുടെ പേര് പറഞ്ഞ ഹരിതകർമ്മസേനയിൽ കണ്ണൂർ കോർപ്പറേഷനിൽ ഹരിതകർമ്മസേന എന്ന് പലപ്പോഴും പറയുന്നത്. ഹരിതകർമ്മസേനയല്ല കണ്ണൂർ കോർപ്പറേഷനിൽ പ്രവൃത്തി നടത്തുന്നത്. അതായത് ഒരു സ്വകാര്യ വ്യക്തിക്ക് കരാർ കൊടുത്തിട്ട് അദ്ദേഹമാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം സ്വന്തമായി ഇതെല്ലാം ചെയ്യുകയല്ലാതെ നമ്മൾ അവിടെ സ്ഥലം കേവലം 15,000 രൂപ വാടക വലിയൊരു ഏരിയ തന്നെ വെറുതെ കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കടത്തുന്നു, ബാക്കി സാധനം മുഴുവൻ അവിടെ ഇപ്പോഴും ഡംപ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇനി നാളെ വീണ്ടും മാലിന്യകുമാരമായി മറ്റൊരു കരാർ കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ തവണ 1 കോടി രൂപ ഇതുപോലെ മറ്റൊരു ഇനത്തിലൂടെ ചെലവഴിച്ചു. അന്ന് ഞാൻ അതിനെതിരെ പരാതി പറഞ്ഞു, കൗൺസിൽ പാസ്സാക്കി കൊടുത്തു. ഇതെല്ലാം എൻ്റെ വിയോജനക്കുറിപ്പുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് വിയോജനക്കാരൻ വന്നിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ഇന്നലെ അങ്ങനെ 4-5 പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖല NHMൻ്റെ ഉൾപ്പെടെ തുക വെച്ചുകൊണ്ട് ഇന്നലെ ഞാൻ അതിനെ എതിർത്തു, പക്ഷേ പാസ്സായി. ഇതാണ് കൗൺസിൽ അനുഭവം, നിങ്ങൾ തന്നെ കാണുന്നതല്ലേ. പക്ഷേ ഇതൊന്നും നമ്മൾ പലപ്പോഴും കൗൺസിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നമ്മളെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയൊരു സിൻഡിക്കേറ്റ്, ഞാനത് എപ്പോഴും പറയുന്ന ഇതൊന്നും പുറത്ത് വിറ്റെന്ന് വരില്ല. നിങ്ങൾ പരിശോധിച്ചോ, ഇന്നലെ ഞാൻ ഏതൊക്കെ വിഷയങ്ങളിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. 5 പുതിയ പ്രൊജക്റ്റുകൾ, ഒരു പദ്ധതി, ഒരു കോർപ്പറേഷനകത്ത് ഏകദേശം 5 കോടി രൂപയിലധികമുള്ള ഒരു പ്രൊജക്റ്റ് ഇന്നലെ വന്നു കൗൺസിലിൽ. ഒരാൾ പോലും അതിനെതിരെ സംസാരിച്ചു. എന്താണ്? നമ്മളത് വാർഡ് കമ്മിറ്റിയിൽ വരണം, വർക്കിംഗ് ഗ്രൂപ്പിൽ വരണം, പിന്നെ നമ്മളെ വികസന സെമിനാറിൽ വരണം. ഇവിടെയൊക്കെ ചർച്ച ചെയ്താണ് ഒരു പ്രൊജക്റ്റ് വരുന്നത്. ഇതൊന്നുമില്ല. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കുറിപ്പ് കൊടുത്തു, പാസ്സാക്കി. അങ്ങനെയാണ് 1.5 കോടിയുടെ ക്യാമറ വെച്ചത്. 1.5 കോടി രൂപയുടെ ക്യാമറ വെച്ച് 1 രൂപ ഇന്ന് വരെ അതിൽ നിന്ന് ഈടാക്കാൻ പറ്റുമോ? 1.5 കോടി രൂപയുടെ ക്യാമറ കണ്ണൂർ കോർപ്പറേഷൻ അഴിമതിയല്ലേ? ഇപ്പോൾ അതുപോലെ തന്നെ
നമ്മുടെ മാലിന്യം വൃത്തിയാക്കാൻ രാവിലെ അടിച്ചു വരുന്ന മെഷീനറി വാഹനം വാങ്ങിച്ചു. എവിടെയാണ് ഉള്ളത്? അന്ന് ഞങ്ങൾ അതിനെ എതിർത്തു. എന്തെങ്കിലും നടന്നോ? അപ്പോൾ എതിർക്കുക എന്നല്ലാതെ അതിൻ്റെ സത്യാവസ്ഥ പല മാധ്യമങ്ങൾ പോലും പുറത്തു കൊണ്ടുവരുന്നില്ല എന്നതാണ്. ഇപ്പോൾ CPM ഉൾപ്പെടെ ആരോപിക്കുമ്പോൾ എല്ലാവരും പോയി അത് ഏറ്റെടുക്കുന്നു. ഞങ്ങളെപ്പോലുള്ള ഒരാൾ പറയുമ്പോൾ അത് സ്ഥിരമായി വികസനത്തിന് വിരോധി പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ വികസന വിരുദ്ധനാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് മാറുന്നൊരവസ്ഥ. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ എല്ലാ അജണ്ടക്ക് പുറത്തും സംസാരിക്കാതെ മാറിയിരിക്കുന്ന മാനസികമായ ഒരു അവസ്ഥയിലേക്ക് പോലും ചിലപ്പോൾ നമ്മൾ വന്നു ചേരുന്നത് അത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്കും അതിൻ്റേതായ ഒരു പങ്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുത്താൽ മാത്രമേ യഥാർത്ഥ വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. എന്തായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന കാര്യം കൂടി പ്രഖ്യാപിക്കുക. ഒരു സംശയവുമില്ല. പഞ്ഞിക്കൽ വാർഡിൽ തന്നെ ആയിരിക്കും. അത് ഏത് വാർഡാന്ന് വെച്ചാൽ നമ്മളെ കമ്മിറ്റി ഇപ്പം 15 വാർഡിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏത് വാർഡാന്ന് പറയുന്നത് വെച്ച് നമ്മൾക്ക് വളരെ സുതാര്യമായ ജനാധിപത്യ രീതിയിലുള്ള ഒരു ചെറിയ പ്രഖ്യാപനമൊക്കെ എപ്പോൾ പ്രതീക്ഷ? ഈ ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ എന്തായാലും നമ്മളതിനെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കുന്നത് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും കണ്ണൂർ കോർപ്പറേഷനിൽ തീപ്പാറും പോരാട്ടത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവിടെ നിർണായക ശക്തിയായി ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയും ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് PK രാഗേഷ് ചെയ്തിട്ടുള്ളത്. അഴിമതിക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്ന് PK രാഗേഷ് വ്യക്തമാക്കുന്നു. സ്വതന്ത്രമായ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറയുന്നു. ഏതെങ്കിലും മുന്നണികളെ അല്ലെങ്കിൽ ആരാണ് മുഖ്യശത്രു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി നടത്തുക. എന്തായാലും 2015 സമാനമായ രീതിയിൽ തന്നെ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി ഉണ്ടായിരുന്നു. അതേ ബാനറിൽ തന്നെ ഈ 2025 തെരഞ്ഞെടുപ്പിലും പോരാട്ടത്തിനിറങ്ങുകയാണ് PK രാഗേഷ്. അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ UDF-ന് PK രാഗേഷിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ഈ തീരുമാനം തലവേദന ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വാഭാവികമായും ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന് പറയുമ്പോൾ അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംരക്ഷണമാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായും അത് തലവേദന സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും പോറലേൽപ്പിക്കുക അത് UDF-ന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർന്ന ആരോപണങ്ങൾക്കെതിരെയൊക്കെ തന്നെ വളരെ വ്യക്തമായി തന്നെ മറുപടിയും നൽകിയിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് PK രാഗേഷിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തിന്റെ പോരാട്ടം തുടരട്ടെ. കണ്ണൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ശക്തിയായി അല്ലെങ്കിൽ ഒരു കിങ് മേക്കറായി വീണ്ടും PK രാഗേഷിനെ നമുക്ക് കാണാൻ കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.